Good morning. Good morning, sir. Good morning, sir. Morning. Good morning, Good sir. morning, sir. Good morning, sir. Good morning, sir. Morning. Okay. Organic chemistry. പെട്ടെന്ന് നോക്കി കഴിഞ്ഞാൽ ലാസ്റ്റിലെ ടോപ്പിക് സാർ അനശ്വര. സാർ ഈ ചാപ്റ്റർ എന്തൊരു തീർക്കാൻ പറ്റും ശനിയാഴ്ച ആവുമ്പോഴത്തേക്കും? ഏകദേശം കവർ ചെയ്യാൻ പറ്റും. മെയിൻ കണ്ടന്റ് ഒക്കെ കവർ ആവും. എക്സാമിന് ഈ പോർഷൻ ഉണ്ട്. എക്സാം ഏത് ക്രിസ്മസ് എക്സാമോ? ഞങ്ങക്ക് എക്സാമിന് ഈ പോർഷൻ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അവസാനം എപ്പോഴാ ചാപ്റ്റർ കിട്ടുക? ആദ്യം ചോദിച്ചിട്ട് പറഞ്ഞില്ല. പിന്നെ ടൈം ടേബിൾ 2 ദിവസം മുമ്പൊക്കെ പറയാണ്. ടൈം ടേബിൾ എല്ലാവർക്കും ഉണ്ടോ ടോപ്പിക്? എല്ലാ സ്കൂളുകൾക്കും ഉണ്ടോ? ഉണ്ട്. ഫുൾ ഉണ്ട്. ഐസോമർസും ഒക്കെ ഉണ്ട്. ഇല്ല, ഐസോമർസും ഇല്ല. ഉണ്ട്. ഐസോമർസ് നമ്മൾ എത്തൂല. നെയ്മിങ്ങില് മെയിൻ കണ്ടന്റ് ഒക്കെ എടുക്കും. ലാസ്റ്റ് വീക്ക് കിട്ടിയെങ്കിൽ നമുക്ക് എടുത്ത് ഇപ്പോ ഒരു ലെവൽ എത്തിക്കായിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി ക്ലാസ് ക്യാൻസൽ ചെയ്യേണ്ടി വന്നു ലാസ്റ്റ് വീക്ക്. ഓക്കെ. സോ അമീൻ, Sir. ജനറൽ ഫോർമുല ഓഫ് ആൽക്കെയിൻസ് പറഞ്ഞു. ആൽക്കെയിൻസ് സാർ ഞാൻ ഉണ്ടായിരുന്നില്ല ക്ലാസ്സിൽ ഞാൻ ഉണ്ടായിരുന്നില്ല. റെക്കോർഡ് ക്ലാസ് കണ്ടില്ലടാ അപ്പൊ നീ? ഇന്നലെ നെറ്റ് ഉണ്ടായിരുന്നില്ല സാറേ. ഇന്നലെ രാത്രി ചെയ്തത് വാപ്പിച്ചു വന്നിട്ട്. ഫാത്തിമ ഇർഫാന, ജനറൽ ഫോർമുല ഓഫ് ആൽക്കെയിൻസ് വിത്ത് സിംഗിൾ ബോണ്ട്. CnH2n plus 2 minus 2 അല്ല plus 2. CnH2n ഉറപ്പിച്ചോ? plus 2. പ്ലസ് 2. ഓക്കെ. അൻഷിദ്, ജനറൽ Sir. ഫോർമുല ഓഫ് ആൽക്കൈൻസ് വിത്ത് ട്രിപ്പിൾ ബോണ്ട്. സാർ ഞാൻ ക്ലാസ് കയറിയില്ലായിരുന്നു. ക്ലാസ്സിൽ കയറാത്ത എന്റെ ഓട്ടമാണോ? നിഷാന സിയാദ്, നിഷാന, ജനറൽ ഫോർമുല ഓഫ് ആൽക്കൈൻസ് വിത്ത് ട്രിപ്പിൾ ബോണ്ട്. CnH2n minus 2. Okay. Bima Basidik, give an example for alkene. Any example? Alkene with double bond. സാർ ഏതാ മോളിക്യുലർ ഫോർമുല അങ്ങനെ എന്തെങ്കിലാണോ പറയണ്ടേ? എക്സാമ്പിൾ ഏതെങ്കിലും ഒരു എക്സാമ്പിൾ. C2H4. Naurin, Sir. give an example for alkynes with the triple bond. C2H C2 CnH2 minus CnHn
CnH2n minus ഫോമിലൊക്കെ പറയാനല്ലേ? അത് ജനറൽ ഫോമിലാണ് ഞാൻ ചോദിച്ച എക്സാമ്പിളാണ്. ഇനി എക്സാമ്പിൾ C2 H2 ആണോ? C2H2 ഉറപ്പിച്ചോ? ആ Alsavite, give an example for alkanes with a single bond. Single bond C2H6. C2H6. Haris Nisar. Sir. Homologous series. എന്താ homologous series എന്ന് പറഞ്ഞു നോക്കിയേ. Homologous series. Homologous series. അല്ലെങ്കിൽ അത് വേണ്ട, characteristics of homologous series വേണം. Characteristics of homologous series. ഇത്രയും ഞാൻ പറഞ്ഞൊന്നും കേട്ടില്ല. നീ വെറുതെ ഇരിക്കുന്ന ക്ലാസ്സിലാണ്. അല്ല സ്റ്റെക്കായി കേൾക്കണേ. സെക്കായി കയറണമെങ്കിൽ അതിനുള്ള മെഷേഴ്സ് എടുത്തപ്പോ ക്ലാസ് കേൾക്കണ്ടേ ഇപ്പൊ നിനക്ക്? റീജോയിൻ ചെയ്യട്ടെ, എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പറഞ്ഞിട്ട് റീജോയിൻ ചെയ്യണം. ഫാത്തിമ സുബൈർ, characteristics of homologous series. Members of homologous series. Members of homologous series. ഒക്കെ കടിച്ചു വെച്ചാൽ കണ്ടില്ല. നാല് ഈസി പോയിന്റ്സ് ആയിരുന്നു, ഓർത്തിരിക്കാൻ എളുപ്പമൊക്കെ ഉണ്ടായിരുന്നു. അറിയില്ല? ഇല്ല. ഫാത്തിമ സാല, difference between അറിയണോ? molecular formula and the other compounds, series of such compounds, alkanes, alkynes. ഞാൻ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലേ ചോദിച്ചത്, ക്യാരക്ടറിസ്റ്റിക്സിൽ ഒന്നും ഇല്ലല്ലോ. ഉണ്ടോ? ഇല്ല. അരീന, സമയമാണ്. The members can be represented by a general formula. Successive members as CH2 differ by CH2 group. They show similarities in chemical properties. There is a gradation in their physical properties. നമ്മൾ ഇതുവരെ പറഞ്ഞു നിർത്തിയത് ആൽക്കൈൻ്റെ ജനറൽ ഫോർമുല, അവരുടെ ക്യാരക്ടറിസ്റ്റിക്സ് അല്ല, അവരുടെ എന്താ കോമൺ ഡിഫറൻസ്. ഒരു ഹോമോലോഗസ് സീരീസിൽ പെട്ട ആൾക്കാരാണ്. എന്താണ് ഹോമോലോഗസ് സീരീസ്? ഹോമോലോഗസ് സീരീസിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്, ദെൻ വൈ കാർബൺ ഫോംസ് ഓർഗാനിക് കോമ്പൗണ്ട്സ്, 2 പോയിന്റ്സ് പഠിച്ചു. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു നിർത്തിയത്. ലാസ്റ്റ് നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ ആൽക്കൈൻസിന്റെ പോർഷൻ ആയിരുന്നു എടുത്തോണ്ടിരുന്നത് അല്ലെ? ആൽക്കൈൻസ്. ആത്മ ഇസ്മായിൽ, ഡൗട്ടാണോ? സർ ഹോമോലോഗസ് സീരീസ് എന്താന്ന് വെച്ചാൽ എന്താണെന്ന് ചോദിക്കൂല കേട്ടോ. ഹോമോലോഗസ് സീരീസിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ചോദിക്കുള്ളൂ. ഇനി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സീരീസ് ആണ്, സീരീസ് ഹാവിംഗ് ഡിഫറെന്റ് മെമ്പേഴ്സ്. അത് നിങ്ങൾക്ക് ആ ക്യാരക്ടറിസ്റ്റിക്സ് തന്നെ പോയിന്റ് ആയിട്ട് എഴുതാം. സീരീസ് ഹാവിംഗ് എ ജനറൽ ഫോർമുല വേർ സക്സസീവ് മെമ്പേഴ്സ് ഡിഫർ ബൈ CH3 ഗ്രൂപ്പ്. ചോദിക്കൂല, പേടിക്കൊന്നും വേണ്ട, അങ്ങനെ ക്വസ്റ്റ്യൻ ഇല്ല. ചോദിക്കുകയാണെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ചോദിക്കുള്ളൂ. ഓക്കെ, നമ്മൾ എടുത്തോണ്ടിരുന്നത് ആൽക്കൈൻസിന്റെ അല്ലേ? ആൽക്കൈൻസ് അല്ലേ? ആൽക്കൈൻസിന്റെ ടേബിൾ 6.4 ആണ് നോക്കിക്കൊണ്ടിരുന്നത് അല്ലായിരുന്നോ? 6.4 എവിടം വരെ നമ്മൾ നോക്കി എന്ന് പറഞ്ഞു? ടേബിൾ ഫുള്ള് കംപ്ലീറ്റ് ചെയ്തോ? കംപ്ലീറ്റ് ചെയ്തു.
5 കാർബൺ ആറ്റം കംപ്ലീറ്റ് ചെയ്തു അല്ലേ? ആണോ? യെസ്. Analyze table 6.4 and find out the number of how many hydrogen atoms would be present in an alkyne with n carbon atoms. n carbon atom ഉള്ള ഒരു ആൽക്കൈനിൽ എത്ര ഹൈഡ്രജൻ ആറ്റം ഉണ്ടാവും? ജനറൽ ഫോമിൽ ചോദിച്ചേക്കുന്നത് എത്ര ഉണ്ടാവും? 2n-2. ആൽക്കൈൻസിന്റെ ജനറൽ ഫോമിൽ ചോദിച്ചേക്കുന്നത് Cn കാർബൺ ആറ്റം ഉണ്ടെങ്കിൽ എത്ര ഹൈഡ്രജൻ ആറ്റം ഉണ്ടാവും? CnH2n-2. അപ്പൊ H2n-2 ആണ് ഹൈഡ്രജന്റെ എമൗണ്ട്. Then താഴെ ജനറൽ ഫോമുല ഏതാ പറഞ്ഞിട്ടുണ്ട്, എഴുതിക്കോ. ഇഫ് സോ ക്യാൻ യു ജനറൽ ഫോമുല ബി ഡിഡ്യൂസ്ഡ്? ജനറൽ ഫോമുല എഴുതിക്കോ. CnH2n-2. അതൊക്കെ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യണമെന്നുള്ളൂ, ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞതുകൊണ്ട്. Then check whether the alkanes are a series of are a members of homologous series. ആണോ ചോദിച്ചേക്കുന്നത്? ആണോ? ഹോമോലോഗസ് സീരീസിലെ മെമ്പേഴ്സ് ആണോ? അതെ അല്ലേ? അതെ, നമ്മൾ ചെക്ക് ചെയ്താണല്ലോ. ആൽക്കൈൻസ്, ആൽക്കൈൻസ് 3 പേരും ഹോമോലോഗസ് സീരീസിലെ ഡിഫറെന്റ് മെമ്പേഴ്സ് ആണ്. 3 ഡിഫറെന്റ് സീരീസുകളാണ്. ആൽക്കൈൻ ഒരു സീരീസ് ആണ്, ആൽക്കീൻ ഒരു സീരീസ് ആണ്, ആൽക്കൈൻ വേറൊരു സീരീസ് ആണ്. then അതിന്റെ താഴെ നമ്മൾ പഠിച്ച ആ ഒരു ഡിവിഷൻ കൊടുത്തിട്ടുണ്ട്, ഹൈഡ്രോ കാർബൺസ്. അതിൽ സാച്ചുറേറ്റഡും അൺസാച്ചുറേറ്റഡും ഉണ്ട്. സാച്ചുറേറ്റഡിന്റെ താഴെ ആൽക്കൈൻസ് വരും, അൺസാച്ചുറേറ്റഡിന്റെ താഴെ ആൽക്കീൻസ് ആൻഡ് ആൽക്കൈൻസ് വരും. അത് ജനറൽ ഫോമിൽ ഉൾപ്പെടെ കൊടുത്തിട്ടുണ്ട്. വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ. ബേസിക് കാര്യങ്ങളെല്ലാം കഴിഞ്ഞു കേട്ടോ. ഇനി നെയിമിങ്ങിലോട്ട് കിടക്കുവാണ്. കടന്നോട്ടെ. ഇതിൽ ചോദിക്കാൻ പറയാനൊക്കെ ഉണ്ടോ? ഇല്ലെങ്കിൽ ഇപ്പൊ ചോദിക്കാം കേട്ടോ. വെരി സിമ്പിൾ കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. ബാലൻസിക്ക് എങ്ങനെ ബാലൻസ് ചെയ്യാം, ഇനി നമുക്ക് ആവശ്യമുണ്ടോ അത്? കോമ്പൗണ്ട് നമ്മൾ എങ്ങനെ എഴുതാം, ആ കോമ്പൗണ്ടിന്റെ ബാലൻസ് എങ്ങനെ ബാലൻസ് ചെയ്യാം, അതിന്റെ ഡിഫറെന്റ് റെപ്രസെന്റേഷൻസ് പഠിച്ചു. സ്ട്രക്ചറൽ ഫോർമുല, മോളിക്കുലർ ഫോർമുല, കണ്ടൻസ് ഫോർമുല, ഇതൊക്കെ ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു കേട്ടോ. മെയിൻ ടോപ്പിക്, നമ്മുടെ ചാപ്റ്ററിലെ മെയിൻ ടോപ്പിക്കിലോട്ട് കിടക്കുവാണ്. നമുക്ക് ഇതാണ് പഠിക്കേണ്ടത്. ഇതിനാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. ടോപ്പിക് ഇതാണ്, നോമൻക്ലേച്ചർ ഓഫ് ഹൈഡ്രോ കാർബൺസ്. ഹൈഡ്രോ കാർബൺസിന്റെ നെയിമിംഗ്. ഞാൻ നെയിമിംഗ് എന്ന് പറഞ്ഞപ്പോൾ നിങ്ങളോട് പറഞ്ഞായിരുന്നു, IUPAC എന്ന് പറഞ്ഞ ഓർഗനൈസേഷൻ ആണ് നെയിമിംഗിലെ റൂൾസ് തീരുമാനിക്കുന്നത്. IUPAC, ഇന്റർനാഷണൽ യൂണിയൻ ഓഫ് പ്യൂർ ആൻഡ് അപ്ലൈഡ് കെമിസ്ട്രി എന്ന് പറഞ്ഞ ആ ഒരു ഓർഗനൈസേഷൻ ആണ് നമ്മൾ ഒരു ഹൈഡ്രോ കാർബണിനെ പേരിടണ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അപ്പൊ അതിനൊരു സെറ്റ് ഓഫ് റൂൾസ് ഉണ്ട്. ആ റൂൾസിനെ ഫോളോ ചെയ്തുകൊണ്ടാണ് എല്ലാ കോമ്പൗണ്ട്സിലും നമ്മൾ ആ റൂൾസ് ഫോളോ ചെയ്യും. ആ റൂൾസ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു കോമ്പൗണ്ട് നമുക്ക് പേര് കിട്ടും. പക്ഷെ നമുക്ക് ഇപ്പൊ ഈ 10th പഠിക്കുന്ന ഒരു പരിധിയുണ്ട്. 10 കാർബൺ ആറ്റം വരെയുള്ള കോമ്പൗണ്ട്സിന്റെ നെയിമിംഗ് നമ്മൾ പഠിക്കുന്നുള്ളൂ. 10 കാർബൺ ഉണ്ട്. 11 കാർബൺ ആറ്റത്തിന്റെ പഠിക്കണില്ല, 12 പഠിക്കണില്ല. അപ് ടു 10 വരെയുള്ള കോമ്പൗണ്ട്സിന്റെ നെയിമിംഗ് ആണ് നമ്മൾ പഠിക്കുന്നുള്ളൂ. ഓക്കെ, അപ്പൊ നമ്മൾ നെയിം ചെയ്യാൻ പോവാണ് കേട്ടോ. ഒരു കോമ്പൗണ്ടിനെ നെയിം ചെയ്യാൻ പോവാണ്. നെയിം ചെയ്യണേ റൂൾസ് ഉണ്ട്, സിമ്പിൾ റൂൾസ് ഉണ്ട്. ആ റൂൾസ് ആണ് നിങ്ങളുടെ നെക്സ്റ്റ് ടോപ്പിക്കിൽ നോമൻക്ലേച്ചർ ഓഫ് ഹൈഡ്രോ കാർബൺസിൽ പറയുന്നത്. അപ്പൊ അതിലോട്ട് നോക്കണ്ട, ഞാൻ അത് ഷോർട്ടാക്കി തരാം, എന്നിട്ട് ടെക്സ്റ്റ് ബുക്കിലോട്ട് വരട്ടെ നമുക്ക്. ഓക്കെ, അതിൽ ഫസ്റ്റ് റൂളാണ്, നെയിം ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം ചെക്ക് ചെയ്യേണ്ടത്, നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് എത്രയാന്ന് നോക്കണം. നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് എത്രയുണ്ട് നോക്കണം. ഫോർ എക്സാമ്പിൾ, നമ്മുടെ കയ്യിൽ ഒരു കോമ്പൗണ്ട് വന്നേക്കുവാണ്, C5H10. ഇങ്ങനെ ഒരു കോമ്പൗണ്ട് വന്നു. നെയിം ദിസ് കോമ്പൗണ്ട്. ക്വസ്റ്റ്യൻ ചോദിക്കാൻ അങ്ങനെ ആയിരിക്കട്ടെ. ഇത്ര സിമ്പിൾ ആയിട്ട് ചോദിക്കില്ല കേട്ടോ. ചോദിക്കാൻ പോണത് ഇങ്ങനെയാണ്, ഇങ്ങനെ ഒരു കോമ്പൗണ്ട് വരുന്നത്. ചിലപ്പോ കണ്ടൻസ് ഫോമിലായിരിക്കും, ചിലപ്പോൾ സ്ട്രക്ചറൽ ഫോമിലായിരിക്കും. ഇങ്ങനെ കോമ്പൗണ്ട് വരും. ഈ കോമ്പൗണ്ട് വന്നിട്ട് നെയിം ദിസ് കോമ്പൗണ്ട്, ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും ചോദിക്കുന്നത്. നെയിം ദിസ് കോമ്പൗണ്ട്. ഇപ്പൊ നമ്പർ ഓഫ് കാർബൺ ആറ്റം ചെക്ക് ചെയ്യാൻ എത്രയുണ്ട്. ഇപ്പൊ ഞാൻ ഈ താഴെ വരച്ചേക്കണ ഇതിൽ എത്ര കാർബൺ ആറ്റം ഉണ്ട്? ഈ താഴെ വരച്ചേക്കണ സ്ട്രക്ചറൽ ഫോമിൽ എത്ര കാർബൺ ആറ്റം ഉണ്ട്? 4 കാർബൺ ആറ്റം ഉണ്ട്. ഓക്കെ, അപ്പൊ IUPAC പറഞ്ഞിട്ടുണ്ട് എത്ര കാർബൺ ആറ്റം ആണോ ആ കാർബൺ ആറ്റത്തിന് നമ്മളൊരു പ്രിഫിക്സ് കൊടുക്കും. ആ കാർബൺ ആറ്റത്തിന് ഒരു ഷോർട്ട് ഫോം കൊടുക്കും. ഫോർ എക്സാമ്പിൾ, ഒരു കാർബൺ ആറ്റമുള്ള കോമ്പൗണ്ട് ആണെങ്കിൽ നമ്മൾ അതിനെ മീത്ത് എന്ന് വിളിക്കും. മീത്തോ മെത്തോ നമുക്ക് എന്തുകൊണ്ടെങ്കിലും പറയാം, നിങ്ങളുടെ പ്രൊണൗൺസിയേഷൻ ആണ്. മീത്ത് എന്ന് പറഞ്ഞാൽ പ്രിഫിക്സ് കൊടുക്കും. ആ പേരിന്റെ തുടക്കം മീത്ത് എന്നായിരിക്കും വേണ്ടത്. ദെൻ 2 കാർബൺ ആറ്റം ആണെങ്കിൽ, ഇതൊക്കെ നിങ്ങൾ പഠിച്ച കാര്യങ്ങളാണ് കേട്ടോ. 2 കാർബൺ ആറ്റം ആണെങ്കിൽ
ഈത്ത് എന്നുള്ള സ്റ്റാർട്ടിങ് ആയിരിക്കും. 3 കാർബണാറ്റം ആണെങ്കിൽ പ്രോപ്പ്, PROP, പ്രോപ്പോ ആ ഒരു സ്റ്റാർട്ടിങ് ആയിരിക്കും. ആ കോമ്പൗണ്ടിന്റെ പേരിന്റെ സ്റ്റാർട്ടിങ് എങ്ങനെയായിരിക്കും? പ്രോപ്പ് എന്നായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. 4 കാർബണാറ്റം ആണെങ്കിൽ, നമ്മുടെ ഇവിടെ 4 കാർബണാറ്റം ആണ്. 4 കാർബണാറ്റം ആണെങ്കിൽ ബ്യൂട്ട് എന്നായിരിക്കും. ബ്യൂട്ടോ, ബട്ടൈൻ എന്നൊക്കെ പറയാറുണ്ട് കേട്ടോ. ബ്യൂട്ട് എന്ന് പറയാറുണ്ട്, ബട്ട് എന്ന് പറയാറുണ്ട്. പിന്നെ 5 കാർബണാറ്റം ആണെങ്കിൽ, ഞാൻ എല്ലാം പറയണില്ല, 5 കാർബണാറ്റം ആണെങ്കിൽ പെന്റ് വരും, 6 ആണെങ്കിൽ എക്സ് വരും, ദെൻ സോ ഓൺ. അങ്ങനെ 7, 8, 9, 10 വരെയുള്ള നമ്പർ ഓഫ് കാർബണാറ്റത്തിന് ഓരോരോ പേരുകളാണ്. ആ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തോണ്ട് ജസ്റ്റ് നോക്കിക്കൊന്ന്. ടെക്സ്റ്റ് ബുക്കിൽ ഇത് പഠിക്കണോട്ട് ഇപ്പൊ തന്നെ പഠിച്ചു നോക്കും. ഇത് നിങ്ങൾ സ്കൂളിൽ വേണ്ടി പഠിച്ചിട്ടുണ്ടാവും. 1 കാർബണാറ്റം ആണെങ്കിൽ മീത്ത്, 2 കാർബണാറ്റം ആണെങ്കിൽ ഈത്ത്, പ്രൊപ്പ്, ബ്യൂട്ട്, പെന്റ്, ഹെക്സ്, ഹെപ്റ്റ്, ഒക്ട്, നണ്ണ്, ഡെക്ക്. 10 കാർബണാറ്റം വരെയുള്ള പേര്. സ്റ്റാർട്ടിങ് എങ്ങനെയായിരിക്കും ആ കോമ്പൗണ്ടിന്? ഓക്കെ, ഒന്നാമത്തെ റൂൾ അതാണ് കേട്ടോ. എത്ര കാർബണാറ്റം ഉണ്ടോ ഈ ഒരു പ്രിഫിക്സ് ആയിരിക്കും നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ കൊടുക്കുന്നത് ആ കോമ്പൗണ്ടിന്. ഇനി രണ്ടാമത്തെ റൂള്, സെക്കൻഡ് റൂള് പറയുന്നത് ഏത് ടൈപ്പ് ഓഫ് ബോണ്ടാ നോക്കും. വിച്ച് ടൈപ്പ് ഓഫ് ബോണ്ട്, വിച്ച് ടൈപ്പ് ഓഫ് ബോണ്ട്, ഏത് ബോണ്ടാ നോക്കും. കാണിച്ചു തരാം. നമ്മൾ 3 ടൈപ്പ് ഓഫ് ബോണ്ടുകൾ പഠിച്ചിട്ടുണ്ട്. ഒന്ന് സിംഗിൾ ബോണ്ട്, then ഡബിൾ ബോണ്ട്, then ട്രിപ്പിൾ ബോണ്ട്. സിംഗിൾ ബോണ്ട്, ഡബിൾ ബോണ്ട്, ട്രിപ്പിൾ ബോണ്ട്. സിംഗിൾ ബോണ്ട് ആണെങ്കിൽ അതിന് അവര് ആൽക്കെയിൻസ് ആണ്, ഇതൊക്കെ നമുക്ക് അറിയാം കേട്ടോ, ആൽക്കെയിൻസ് ആണ്. ഡബിൾ ബോണ്ട് ആണെങ്കിൽ ആൽക്കീൻസ് ആണ്. ട്രിപ്പിൾ ബോണ്ട് ആണെങ്കിൽ ആൽക്കൈൻസ് ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇതിൽ നിന്ന് നമുക്ക് ഡയറക്റ്റ് കണ്ടുപിടിക്കാൻ പറ്റും. സിംഗിൾ ബോണ്ട് ഉള്ളൊരു കോമ്പൗണ്ട് ആണ്. ഫോർ എക്സാമ്പിൾ നമ്മുടെ ഞാൻ എഴുതിയിരിക്കുന്ന കോമ്പൗണ്ട് നോക്കിക്കേ. ഞാൻ എഴുതിയിരിക്കുന്ന കോമ്പൗണ്ടിൽ സിംഗിൾ ബോണ്ട് അല്ലേ? കാർബൺ ആറ്റംസ് തമ്മിൽ സിംഗിൾ ബോണ്ട് അല്ലേ? നോക്കി. അപ്പൊ ഇതൊരു ആൽക്കെയിൻ അല്ലേ? സിംഗിൾ ബോണ്ട് ഉള്ള കോമ്പൗണ്ട് അല്ലേ? ആൽക്കെയിൻ അല്ലേ? ആൽക്കെയിൻ ആണെങ്കിൽ നമ്മൾ എന്താ ചെയ്യണമെന്ന് അറിയോ? ഇത് സ്റ്റാർട്ടിംഗ് ആണ്, പേരിന്റെ സ്റ്റാർട്ടിംഗ് ആണ് നമ്പർ ഓഫ് കാർബൺ ആറ്റം കൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ 4 കാർബൺ ആറ്റം ഉള്ളത് കൊണ്ട് ഈ കോമ്പൗണ്ടിനെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ബ്യൂട്ട് എന്നായിരിക്കും. നോക്കി, 4 കാർബൺ ആറ്റം ആയതുകൊണ്ട് ബ്യൂട്ട് എന്ന് സ്റ്റാർട്ട് ചെയ്യും. BUT നമ്മൾ എഴുതി വെക്കാം. ഇനി ചെയ്യേണ്ടതെന്ന് അറിയോ? ഏത് ബോണ്ടാന്ന് എഴുതുന്നത്. 3 ടൈപ്പ് ഓഫ് ബോണ്ട് ഉണ്ട്. നമ്മുടെ ഇവിടുത്തെ കേസിൽ സിംഗിൾ ബോണ്ട് ആണ്. സിംഗിൾ ബോണ്ട് ആയതുകൊണ്ട് നമ്മൾ ചെയ്യുന്നത് ആൽക്കെയിൻസിന്റെ ANE എടുക്കും. ANE എടുക്കും ആൽക്കെയിൻസിന്റെ. ഇനി ഡബിൾ ബോണ്ട് ആണെങ്കിൽ ആൽക്കീൻസിന്റെ ENE എടുക്കും. ENE. ട്രിപ്പിൾ ബോണ്ട് ആണെങ്കിൽ എന്തെടുക്കുമായിരിക്കും? എടുക്കും. YNE എടുക്കും. YNE. ഇനി ഇത് എങ്ങനെ എഴുതുമെന്ന് കാണിച്ചു തരാം. നെയിമിങ്ങിന്റെ 2 റൂൾ ഇപ്പൊ പറഞ്ഞു. ഇനി എങ്ങനെ നെയിം ചെയ്യണമെന്നും IUPAC പറയുന്നു. IUPAC നെയിം ചെയ്യണം എങ്ങനെയാ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കോമ്പൗണ്ടിന്റെ നെയിം ഇങ്ങനെ വന്നത് വേർഡ് റൂട്ട് പ്ലസ് സഫിക്സ്. വേർഡ് റൂട്ട് പ്ലസ് സഫിക്സ്. സഫിക്സിലാണ് വിച്ച് ടൈപ്പ് ഓഫ് ബോണ്ട് എന്നാണ്. വിച്ച് ടൈപ്പ് ഓഫ് ബോണ്ട്, ഏത് ബോണ്ടാണോ അതാണ് സഫിക്സിൽ വരുന്നത്. ഇങ്ങനെ നെയിം ചെയ്യുന്നത്. വേർഡ് റൂട്ട് എഴുതും. വേർഡ് റൂട്ട് എന്ന് പറയുന്നത് എത്ര കാർബൺ ആറ്റം ഉണ്ട്, നമ്പർ ഓഫ് കാർബൺ ആറ്റം. നമ്മുടെ ഞാൻ എഴുതിയിരിക്കുന്ന കോമ്പൗണ്ടിൽ 4 കാർബൺ ആറ്റം ഉണ്ട്. അതുകൊണ്ട് വേർഡ് റൂട്ടിന്റെ അവിടെ ബ്യൂട്ട് എന്ന് എഴുതും, BUT. ഇനി സഫിക്സിന്റെ അവിടെ എഴുതുന്നത് ഇങ്ങനെ കേട്ടോ നെയിം ചെയ്യുന്നത്, വേർഡ് റൂട്ട് പ്ലസ് സഫിക്സ്. സഫിക്സിന്റെ അവിടെ എഴുതുന്നത് ഏത് ബോണ്ടാണ്. സിംഗിൾ ബോണ്ട് ആയതുകൊണ്ട് നമ്മൾ ANE യൂസ് ചെയ്യും. അപ്പൊ കോമ്പൗണ്ടിന്റെ പേര് ബ്യൂട്ട് പ്ലസ് ANE. കൂട്ടി വായിക്കുമ്പോൾ ബ്യൂട്ടെയിൻ. ഇതാണ് സിമ്പിൾ കോമ്പൗണ്ടിന്റെ നെയിമിങ്. 2 റൂൾസ് ഉണ്ട്. ഒന്ന് നമ്പർ ഓഫ് കാർബൺ ആറ്റം നോക്കണം, 2 ഏത് ടൈപ്പ് ഓഫ് ബോണ്ടാ നോക്കണം. ദെൻ നെയിമിങ്ങിന്റെ മെത്തേഡ് എന്ന് പറയുന്നത് വേർഡ് റൂട്ട് പ്ലസ് സഫിക്സ്. എത്ര കാർബൺ ആറ്റം ഉണ്ടെന്ന് ആദ്യം എഴുതണം, ദെൻ ഏത് ബോണ്ടാന്ന് എഴുതണം. ഓക്കെ, നോട്ട്ബുക്ക് ഒന്ന് എടുത്തേ, ഹെഡിങ് കൊടുത്തേ, നോമൻക്ലേച്ചർ ഓഫ് ഹൈഡ്രോകാർബൺസ്. നോമൻക്ലേച്ചർ ഓഫ് ഹൈഡ്രോകാർബൺസ്. എന്നിട്ട് IUPAC നെയിമിംഗും കൂടി കൊടുത്തോ. ഫസ്റ്റ് പോയിന്റ് IUPAC നോമൻക്ലേച്ചറോ IUPAC നെയിമിംഗിനോ ഫസ്റ്റ് ഒരു പോയിന്റ് കൊടുക്കും.
IUPAC nomenclature അല്ലെങ്കിൽ IUPAC naming. എഴുതിയോ? എന്നിട്ട് അതിലെ ഫസ്റ്റ് റൂള് കൊടുത്തു. ചെക്ക് ദി നമ്പർ ഓഫ് കാർബൺ ആറ്റംസ്. ചെക്ക് ദി നമ്പർ ഓഫ് കാർബൺ ആറ്റംസ്. Check the number of carbon atoms. എന്നിട്ട് ടെക്സ്റ്റ് ബുക്ക് നോക്കാണ്ട് തന്നെക്കൊന്ന് എഴുതിക്കേ. ഒരു കാർബൺ ആറ്റം ആണെങ്കിൽ എന്തായിരിക്കും വേണ്ടത്, 2 ആണെങ്കിൽ എന്തായിരിക്കും, അങ്ങനെ 10 വരെ ഉള്ളത് നോക്കാണ്ട് എഴുതിക്കേ. സ്കൂളിൽ പഠിച്ചിട്ടുണ്ടല്ലോ, നോക്കാണ്ടെന്ന് എഴുതി നോക്കിയിരുന്നു. നിങ്ങൾ തന്നെയാണ് ഇൻവിജിലേറ്റേഴ്സ്. നോക്കാണ്ട് എഴുതി നോക്കുക, പഠിച്ചിട്ടുണ്ടോന്ന് അറിയാൻ മതി. C1 ഒരു കാർബൺ ആണെങ്കിൽ അടുത്തൊരു പേര് മീത്ത്. 2 കാർബൺ ആണെങ്കിൽ C2 എന്ത് പേര് വരും? എളുപ്പത്തിന് പഠിക്കാം കേട്ടോ, അത് ഈസി ആയിട്ട് പഠിക്കാം. കഴിഞ്ഞില്ലേ? കഴിഞ്ഞ സെക്കൻഡ് റൂള്. Check the type of bond. 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 എന്നിട്ട് ഞാൻ എഴുതിയിരിക്കുന്നത് പോലെ ചെക്ക് ദി ടൈപ്പ് ഓഫ് ബോണ്ടിന് തൊട്ട് താഴെ ഒരു ABC നേരെ എഴുതാൻ പറ്റണം. ഇങ്ങനെ എഴുതാം. ഞാൻ എഴുതിക്കണ്ടില്ലേ, ആൽക്കീൻ. അപ്പൊ ABC നേരെ എഴുതിക്കും തൊട്ട് താഴെ തന്നെ. ചെക്ക് ദി ടൈപ്പ് ഓഫ് ബോണ്ടിന് താഴെ ഫസ്റ്റ് ആൽക്കീൻ, ആൽക്കൈൻ. സിംഗിൾ ബോണ്ട്, ഡബിൾ ബോണ്ട്, ട്രിപ്പിൾ ബോണ്ട് എന്ന് എഴുതിക്കോട്ടെ ബ്രാക്കറ്റിൽ. ചെക്ക് ദി ടൈപ്പ് ഓഫ് ബോണ്ട്. ആൽക്കൈൻ, ആൽക്കൈൻ, സിംഗിൾ ബോണ്ട്, ഡബിൾ ബോണ്ട്, ട്രിപ്പിൾ ബോണ്ട്. ഇനി ആൽക്കൈന്റെ താഴെ ANE എഴുതണം. ANE ഒരു ഇൻവേർട്ടഡ് കോമയിൽ ഇട്ടോ, സിംഗിൾ ഇൻവേർട്ടഡ് കോമയിൽ. ENE അതുപോലെ തന്നെ, YNE അതുപോലെ തന്നെ, തൊട്ട് താഴെ തന്നെ. ആൽക്കൈന്റെ താഴെ ANE, ആൽക്കീന്റെ താഴെ ENE, ആൽക്കൈൻ, YNE. ഓക്കെ, അതിന് താഴെ തൊട്ട് താഴെ നെയിം ഓഫ് ദി കോമ്പൗണ്ട്. Name of the compound equals name of the compound equals word root plus suffix SUFFIX suffix. ഇനി അതിന്റെ തൊട്ട് താഴെ തന്നെ വേർഡ് റൂട്ട് പ്ലസ് സഫിക്സ് എഴുതിയില്ല, അതിന്റെ തൊട്ട് താഴെ തന്നെ അതിന്റെ തൊട്ട് താഴെ എഴുതുന്നത് വേർഡ് റൂട്ടിന് താഴെയായിട്ട് നമ്പർ ഓഫ് കാർബൺ ആറ്റം. വേർഡ് റൂട്ടിന്റെ താഴെ നമ്പർ ഓഫ് കാർബൺ ആറ്റം. സഫിക്സിന്റെ താഴെ ടൈപ്പ് ഓഫ് ബോണ്ട്. വേർഡ് റൂട്ടിന്റെ താഴെ നമ്പർ ഓഫ് കാർബൺ ആറ്റം, ദെൻ സഫിക്സിന്റെ താഴെ ടൈപ്പ് ഓഫ് ബോണ്ട്. ഇനി ഞാൻ എഴുതിയേക്കുന്ന എക്സാമ്പിൾ എന്ന് എഴുതിക്കും. എക്സാമ്പിൾ എന്ന് എഴുതിയിട്ട് ഈ കോമ്പൗണ്ട് വരച്ചു, ഈ കോമ്പൗണ്ടിന്റെ സ്ട്രക്ചറൽ ഫോമിൽ വരച്ചു ബോക്സിലുള്ള. സൂം ചെയ്യണ്ടല്ലോ, കാണാൻ പറ്റല്ലേ?
4 കാർബൺ ആറ്റം. ബാക്കിയൊക്കെ നിങ്ങൾക്ക് അറിയാം ഹൈഡ്രജൻ എങ്ങനെ ഇടുന്നൊക്കെ. നോക്കി വരയ്ക്കണമെന്നില്ല. നോക്കി വരയ്ക്കണോ? 4 കാർബൺ ആറ്റം, പിന്നെ ബാക്കി ഹൈഡ്രജൻ ഇട്ട് കൊടുത്താൽ പോരെ. അപ്പൊ നോക്കണ്ടല്ലോ. എന്നിട്ട് അതിന്റെ താഴെ പേര് എഴുതണം. അതിന് ബ്യൂട്ട് പ്ലസ് ANE, ബ്യൂട്ടെയിൻ. ബ്യൂട്ടെയിൻ. ഈ ബ്യൂട്ടേന്റെ പ്രത്യേകത ആർക്കെങ്കിലും അറിയോ? ബ്യൂട്ടേന്റെ പ്രത്യേകത എല്ലാവരും കണ്ടിട്ടുണ്ട്. ക്ലാസ്സിലുള്ള ആരുമില്ല കാണാത്തത്, എല്ലാവരും കണ്ടിട്ടുണ്ട്. ബ്യൂട്ടെയിൻ അടുക്കളയിലാണുള്ളത്. എക്സാമ്പിൾ വന്നു, ഹിന്റ് വന്നു. കിച്ചണിലാണുള്ളത്, കിച്ചണില് ബ്യൂട്ടെയിൻ. എന്നിട്ട് അറിയില്ലേ? കിച്ചണിലുള്ള പിള്ളേരെ, കിച്ചണില് മെയിൻ ആയിട്ടുള്ള സാധനം എന്താണ് കിച്ചണില്? LPG ആണ് കേട്ടോ, ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ്. ഇത് പഠിച്ചിട്ടില്ലേ? LPGയുടെ ഫുൾ ഫോം ഒക്കെ അറിയാമല്ലോ, ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ്. LPGയിലുള്ള ഗ്യാസ് ഈ പറഞ്ഞ ബ്യൂട്ടെയിൻ ആണ്. ഞാൻ എഴുതിയിരിക്കണ ഈ കോമ്പൗണ്ട് ആണ്. അതൊക്കെ നിങ്ങൾ ഫിസിക്സിൽ വരുമായിരിക്കും. ഫിസിക്സിലെ ലാസ്റ്റ് ചാപ്റ്ററിൽ അത് വരുന്നുണ്ട്. ലാസ്റ്റ് ചാപ്റ്റർ ഇനി ഉണ്ടോന്ന് അറിയില്ല കേട്ടോ. ഇല്ലേ? ലാസ്റ്റ് ചാപ്റ്റർ നിങ്ങൾ ഒന്നും കട്ട് ഓഫ് ചെയ്തിട്ടുള്ള ടോപ്പിക് ഒന്നും. അപ്പൊ എല്ലാം പഠിപ്പിക്കും. ലാസ്റ്റ് ചാപ്റ്ററിൽ കണ്ടോളൂ ബ്യൂട്ടേനൊക്കെ. ബ്യൂട്ടേൻ കുക്കിംഗ് ഗ്യാസ് ആണ്. LPG വന്നതുകൊണ്ട് പറഞ്ഞെന്നുള്ളൂ കേട്ടോ. നമുക്ക് വേറെ എക്സാമ്പിൾ നോക്കാം. നിങ്ങൾ തന്നെ ചെയ്ത് നോക്കണം കേട്ടോ. അത് C3H8. എത്ര കാർബൺ ആറ്റം ഉണ്ടെന്ന് നോക്കണം, ഏത് ബോണ്ട് ആണ് നോക്കണം. ഇത് രണ്ടും നോക്കിയാൽ മതി. പേര് സുഖമായിട്ട് എഴുതാൻ പറ്റും. കിട്ടില്ലേ പേര്? അപ്പൊ തന്നെ കിട്ടും, ഇൻസ്റ്റന്റ് ആയിട്ട് കിട്ടും. കിട്ടി. പേരെന്ന് പറഞ്ഞ ഷബാനയുടെ പേരല്ല കേട്ടോ, കോമ്പൗണ്ടിന്റെ പേര്. പ്രൊപ്പൈൻ വിത്ത് ANE, സിംഗിൾ ബോണ്ട്. പ്രൊപ്പൈൻ. അപ്പൊ വേണമെങ്കിൽ ഈ P ഒന്ന് ക്യാപിറ്റൽ ആക്കിക്കോട്ടോ, നിർബന്ധമൊന്നുമില്ല. P ക്യാപിറ്റൽ ആക്കിക്കോ, ഒരു പേരാണല്ലോ. അപ്പൊ P നമുക്ക് ക്യാപിറ്റൽ ചെയ്താൽ ബാക്കിയെല്ലാം സ്മോൾ ഇട്ടു. ഗ്യാപ്പ് ഒന്നുമില്ല കേട്ടോ, ഒരു ഗ്യാപ്പും ഇല്ല. പ്രൊപ്പൈൻ അടുപ്പിച്ച് എഴുതുന്നു. വേറെ കോമ്പൗണ്ട് C6H12. പേര് എഴുതിക്കോ. അടുത്ത C5H8. C7H12. C2H4. ഇത്രയൊന്ന് എഴുതിക്കേ. പെട്ടെന്ന് എഴുതാം. ഏത് ബോണ്ടാണെന്ന് മാത്രം നോക്കിയാൽ മതി, ബാക്കിയൊക്കെ എളുപ്പം. ഏത് ബോണ്ടാണെന്ന് നോക്കുന്നത് എളുപ്പമാണ് അല്ലെ? ജനറൽ ഫോമിലേക്ക് അറിയാം. ജസ്റ്റ് നമ്പർ ഓഫ് കാർബൺ ആറ്റം, നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റം തമ്മിലുള്ള റിലേഷൻ പെട്ടെന്ന് നോക്കിയാൽ മതി. ട്വൈസ് ആണോ, ട്വൈസിന് 2 കൂടുതലാണോ, ട്വൈസിന് 2 കുറവാണോ നോക്കിയാൽ മതി. ആൽക്കൈൻ ആണെന്ന് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ മതി. റൈഹാൻ സെക്കൻഡ് വൺ പറഞ്ഞേ. C6H12 പേര് പറഞ്ഞ റൈഹാൻ VS. പേര് പറഞ്ഞേ. ഹെക്സ് ANA ആണോ ENA ആണോ YNA ആണോ? നീ എഴുതിയത് ANA ആണല്ലേ? ENE ശ്രദ്ധിക്കാത്തവന് കുഴപ്പം കണ്ടോ? ഏത് ബോണ്ടാണെന്ന് നോക്കണം, അത് ഇമ്പോർട്ടന്റ് ആണ്. ചുമ്മാ നമുക്ക് എല്ലാത്തിലും ANE ഇട്ട് വെക്കാൻ പറ്റില്ല. ഏത് ബോണ്ടാണെന്ന് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. C6H12 ട്വൈസ് ആണ്, നമ്പർ ഓഫ് കാർബൺ ആറ്റത്തിന്റെ ട്വൈസ് ആണ്. CnH2 എന്ന് പറഞ്ഞ ഫോർമുലയിലാണ് ഇത് വന്നത്. ഫോർമുല ഒന്നും നോക്കണ്ട, ജസ്റ്റ് ട്വൈസ് ആണോ, ട്വൈസിൽ നിന്ന് 2 കൂടുതലാണ്, ട്വൈസിൽ നിന്ന് 2 കുറവാണെന്ന് നോക്കിയാൽ മതി. ഡബിൾ ബോണ്ട് ആണ്, ഡബിൾ ബോണ്ട് ആയതുകൊണ്ട് ENE വരും. ഹെക്സീൻ ENE. റുക്സാന
അടുത്ത കോമ്പൗണ്ട് പേര് പറഞ്ഞേ. C5 ആണ് കേട്ടോ. AN ആണോ EN ആണോ YN ആണോ? വൈ എന്തുകൊണ്ടാ? ഈ എഴുതിയിരിക്കുന്ന കോമ്പൗണ്ട് സിംഗിൾ ബോണ്ട് ആണോ? സിംഗിൾ ബോണ്ട് ആണോ? അതെ. എങ്ങനെ? രണ്ടെണ്ണം കൂടുതലല്ലേ? രണ്ടെണ്ണോ? നമ്മളെ CN എത്ര കാർബൺ ഉണ്ട് നോക്കണം. ഇവിടെ എത്ര കാർബൺ ഉണ്ട്? C5 5 കാർബൺ ഉണ്ട്. ഇനി ഹൈഡ്രജൻ എത്ര ഉണ്ട് നോക്കണം. നമ്മൾ ഡബിൾ ബോണ്ട് ആണ്, ട്രിപ്പിൾ ബോണ്ട് ആണ്, സിംഗിൾ ബോണ്ട് ആണ്, ഡബിൾ ബോണ്ട് ആണ്, ട്രിപ്പിൾ ബോണ്ട് ആണെന്ന് ചെക്ക് ചെയ്യേണ്ടതാണ് കേട്ടോ. ഇങ്ങനെ 5 കാർബൺ ഉണ്ട്. ആദ്യം ഈ 5നെ ട്വൈസ് എടുക്കണം. ട്വൈസ് എടുത്ത് കഴിയുമ്പോൾ 10 കിട്ടും. C5H10 ആണെങ്കിൽ ഏത് ബോണ്ട് റോക്സാന? 5H10 ആണെങ്കിൽ ഏത് ബോണ്ടാണ്? ആൽക്കിൻ സിംഗിൾ ബോണ്ട്. അങ്ങനെയാണെങ്കിൽ C5H12 അത് ഏത് ബോണ്ടാ? റുക്സാന ശ്രദ്ധിക്കണില്ല കേട്ടോ. റുക്സാന ശ്രദ്ധിക്കണില്ല. പറഞ്ഞു തരാം, നോക്കിക്കോ. C5H10 ആണെങ്കിൽ ഇപ്പൊ നോക്കി, നമ്പർ ഓഫ് കാർബൺ ആറ്റത്തിന്റെ ട്വൈസ് ആണ് ഹൈഡ്രജൻ എങ്കിൽ അത് ഡബിൾ ബോണ്ട് ആണ്. അത് CnH2 എന്ന് പറഞ്ഞ ഫോർമുലയിലാണ് വന്നത്. CnH2 ഡബിൾ ബോണ്ട് ആണ്. ഡബിൾ ബോണ്ട് ആണെങ്കിൽ പേര് ENE എന്ന് വരും. ഓക്കെ, ഇനി ഇവിടെ നോക്കി അടുത്ത കോമ്പൗണ്ട് C5H12. C5H12 5നേക്കാളും ട്വൈസ് ആണ്. 5 × 2 10 കിട്ടും. 10നേക്കാളും ഒരു 2 കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. 10 കൂടി. ഇപ്പൊ CnH2n ട്വൈസ് എടുക്കുകയും ചെയ്യും. ആ ട്വൈസിന്റെ കൂടി ഒരു 2 കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ഇതാണ് റുക്സാന പറഞ്ഞതുപോലെ സിംഗിൾ ബോണ്ട്. ശ്രദ്ധിച്ച് കളയല്ലേ, സിംഗിൾ ബോണ്ട് ശ്രദ്ധിച്ച് കേക്ക്. ANE. ഇനി വേറെ ആളാണ് C5H8. ട്വൈസ് എടുത്തു. 5ന്റെ ട്വൈസ് എടുത്തു. 2 ടൈംസ് എടുത്തു. 10 കിട്ടും. 10നേക്കാളും 2 കുറവാണ്. അപ്പൊ CN ട്വൈസ് എടുക്കും, അതിനേക്കാളും 2 കുറവാണ്. ഇത് ഏതാണ് റുക്സാന? ഏതേക്കണ ഏത് ബോണ്ടാണ്? ട്രിപ്പിൾ ബോണ്ട്. ട്രിപ്പിൾ ബോണ്ട്. ട്രിപ്പിൾ ബോണ്ട് ആണ് കേട്ടോ. ട്രിപ്പിൾ ബോണ്ട് ആണെങ്കിൽ YNE എന്ന് വരും. അപ്പൊ ഈ കോമ്പൗണ്ടിന്റെ പേര് എന്ന് പറഞ്ഞു. ഇതിന്റെ പേര് ANE ആണോ ENE ആണോ YNE ആണോ? YNE. ഇപ്പൊ മനസ്സിലായോ എന്താ തെറ്റിയെന്ന്? ഇത് ശ്രദ്ധിച്ച് ചെയ്യണോട്ടോ. ഇത് ഏറ്റവും സിമ്പിൾ ആണ്. ഈ ക്വസ്റ്റ്യൻ വരൂല, ഉറപ്പാണ്. ഇത്ര സിമ്പിൾ ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട. ഇത് തെറ്റിച്ച് കഴിഞ്ഞാൽ അതിന്റെ ഫ്രണ്ടിലോട്ടുള്ളതൊക്കെ തെറ്റിക്കുന്നതിന്റെ അർത്ഥം. ഇത് കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കും. സിംഗിൾ ബോണ്ട്, ഡബിൾ ബോണ്ട്, ട്രിപ്പിൾ ബോണ്ട് എങ്ങനെ കണ്ടുപിടിക്കുന്നു. കാർബണിന്റെ നമ്പർ എടുക്കണം, ഇതിന് ട്വൈസ് എടുക്കണം. ആ ട്വൈസിനേക്കാൾ 2 കൂടുതലാണോ 2 കുറവാണോ, അല്ലെങ്കിൽ ട്വൈസ് തന്നെയാണോ, ഇതാ നോക്കേണ്ടത്. 2 കൂടുതലാണെങ്കിൽ അത് സിംഗിൾ ബോണ്ട് ആണ്. ട്വൈസ് തന്നെയാണെങ്കിൽ ഡബിൾ ബോണ്ട് ആണ്. ട്വൈസിനേക്കാളും 2 കുറവാണെങ്കിൽ ട്രിപ്പിൾ ബോണ്ട് ആണ്. ഈ ഒരു ഐഡിയ ഓർത്തിരുന്നാൽ മതി. ജനറൽ ഫോമിൽ ഒന്നും ഓർത്തിരിക്കണ്ട. ഓക്കെ, അടുത്ത പറഞ്ഞു അഫ്നാൻ. C7H12 പേര് പറഞ്ഞു. ഹെപ്റ്റൈൻ. ഹെപ്റ്റ് ANE ആണോ ENE ആണോ YNE ആണോ? YNE. ഹെപ്റ്റൈൻ. ഹെപ്റ്റൈൻ. നെക്സ്റ്റ് വേർഡ് സോറി ജിലാനി. നെക്സ്റ്റ് വേർഡ് C2H4. ജിലാനി. ജീലാനി അല്ലേ? പേര് അറിയില്ലല്ലോ. പറയണമോനെ, അറിയണോ? ANE ആണോ ENE ആണോ?
ENE, ഈത്തീൻ, എത്തീൻ, എന്ത് വേണമെങ്കിലും പറയാം. പ്രൊണൗൺസിയേഷൻ ഇപ്പൊ നോക്കണ്ട, എഴുതിയാ മതി. ഈത്തീൻ, എത്തീൻ. ഓക്കെ, ഡബിൾ ബോണ്ട് ആണ്, ട്വൈസ് ആണ്. ഇത്ര എഴുതി വെച്ചോ നോട്ട്ബുക്കിലോട്ട്. ഇനി ഓർഡർ കൂടി നോക്കാം, അതുകൊണ്ടൊന്ന് ക്ലിയർ ആയിക്കോട്ടെ. സി ഡബിൾ ബോണ്ട്, സി ഈ കോമ്പൗണ്ടിന്റെ പേര് കണ്ടുപിടിച്ച്, പെട്ടെന്ന് കണ്ടുപിടിച്ച്. ഒരു കാര്യം ആദ്യം ചെയ്യണം കേട്ടോ, എപ്പോഴും ഒരു കാര്യം ആദ്യം ചെയ്യണം. ഇതിനൊന്ന് മോളിക്കുലർ ഫോമിലോട്ട് മാറ്റിക്കോ, ഇതിനൊന്ന് മോളിക്കുലർ ഫോമിൽ എഴുതിക്കോ, തെറ്റിപ്പോവില്ല. നിർബന്ധമല്ല, എന്നാലും എഴുതിക്കോ, നല്ലതാണ്. മോളിക്കുലർ ഫോമിൽ എഴുതാണ്ട് നിങ്ങൾക്ക് പേര് എഴുതാൻ പറ്റും. പേരെന്ന് പറഞ്ഞേ, പെട്ടെന്ന് പറഞ്ഞേ, നോക്കേണ്ട ആവശ്യമൊന്നുമില്ല, കാണുമ്പോൾ തന്നെ അറിയാം ഏത് കോമ്പൗണ്ട് ആണ്. പ്രൊപ്പീൻ വിത്ത് ENE, ഡബിൾ ബോണ്ട് ആയതുകൊണ്ട് ENE വരും. പ്രൊപ്പീൻ, പ്രൊപ്പീൻ. വേറെ ഒന്നും നോക്കണ്ട, ഡബിൾ ബോണ്ട് ഉണ്ട്, 3 കാർബൺ ആറ്റം, പ്രൊപ്പ് ENE, ഇത്രേ ഉള്ളൂ. ഓക്കെ അല്ലേ? ഇനി ടെക്സ്റ്റ് ബുക്ക് ഒന്ന് എടുത്തേ, ടെക്സ്റ്റ് ബുക്കിൽ നോക്കി പോയേക്കൊന്ന്. നോമൻക്ലേച്ചർ ഓഫ് ഹൈഡ്രോകാർബൺസ് എടുത്തേ. പെട്ടെന്ന് വായിച്ചു നോക്കുക. ഓർഗാനിക് കോമ്പൗണ്ട്സ് ആർ ഫൗണ്ട് ഇൻ ലാർജ് നമ്പേഴ്സ് ആൻഡ് ഹാവ് കോംപ്ലക്സ് സ്ട്രക്ചേഴ്സ്. Hence naming of organic compounds is a difficult task. വായിച്ചു നോക്കോട്ടോ അത്. IUPAC has put forward some rules for the naming of hydrocarbons. In the points to be considered: number of carbon atom, nature of the chemical bond between carbon atoms. നമ്മൾ എഴുതിയ പോയിന്റ്സ് തന്നെയാണ് കേട്ടോ. എത്ര കാർബൺ ആറ്റം ഉണ്ടെന്ന് നോക്കണം, ഏത് ബോണ്ട് ആണെന്ന് നോക്കണം, നേച്ചർ ഓഫ് ബോണ്ട്. നമ്പർ ഓഫ് കാർബൺ ആറ്റത്തിന്റെ ബേസിൽ C1 to C10 കൊടുക്കുന്ന വേർഡ് റൂട്ടുകൾ പറഞ്ഞിട്ടുണ്ട് അവിടെ. മീത്ത്, ഈത്ത്, പ്രോപ്പ്, ബ്യൂട്ട്, പെന്റ്, എക്സ്, ഹെക്ട്, ഓക്ട്, നണ്ണ്, ഡെക്ക്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ടോപ്പിക് ആണ് നോമൻക്ലേച്ചർ ഓഫ് അൺബ്രാഞ്ചഡ് ആൽക്കെയിൻസ്. അത് നമ്മൾ ചെയ്തതാണ്. ആൽക്കെയിൻസ് ആട്ടോ, സിംഗിൾ ബോണ്ട് ഉള്ള ആൾക്കാരുടെ മാത്രമേ ഇവിടെ പറഞ്ഞിട്ടുള്ളൂ. ഡബിൾ ബോണ്ടും ട്രിപ്പിൾ ബോണ്ടും പിന്നീട് പറയുന്നത്. ഞാനിപ്പോ എല്ലാം ഒരുമിച്ച് പറഞ്ഞെന്നുള്ളൂ, മറ്റേ മെത്തേഡ് ആയതുകൊണ്ട്. ഓക്കെ, ബ്രാഞ്ച് ഇല്ലാത്ത ആൽക്കെയിൻസ് പുതിയ ടൈം ആയിരിക്കും അത്. നിങ്ങൾ ഇപ്പൊ കണ്ടേക്കുന്ന എല്ലാ കോമ്പൗണ്ടും ബ്രാഞ്ച് ഇല്ലാത്ത ആൽക്കെയിൻസ് ആണ്. ഈ ബ്രാഞ്ച് ഉള്ള ആൽക്കെയിൻസ് വരും, അപ്പൊ ഞാൻ പറഞ്ഞുതരാം എന്താണെന്ന്. ഇപ്പൊ നിങ്ങൾ കണ്ടതെല്ലാം ബ്രാഞ്ച് ഇല്ലാത്തതാണ്. ബ്രാഞ്ച് എന്ന് പറഞ്ഞാൽ വേർഡിന്റെ മീനിങ് അറിയാൻ പാടില്ല എന്താണെന്ന്. ശിഖിരം ഇല്ലേ, മലയാളത്തിൽ ശിഖിരം എന്ന് എന്താണ് പറയുന്നത് വെച്ചാൽ ഒരു ട്രീയുടെ ബ്രാഞ്ചസ് എന്ന് പറയില്ലേ, അതുപോലെ തന്നെയാണ് ഒരു ഓർഗാനിക് കോമ്പൗണ്ടിന്റെ ബ്രാഞ്ച് എന്ന് പറയുന്നത്. ട്രീക്ക് എന്തുണ്ട്, ഒരു തടിയുണ്ട് അല്ലെ, ഒരു മരത്തിന് വലിയൊരു തടിയുണ്ട്, നീളത്തിലൊരു തടിയുണ്ട്. ആ തടിയുടെ സൈഡിൽ കൂടെ ഒരു ബ്രാഞ്ച് പോകും, ചെറിയൊരു ബ്രാഞ്ച്. ഇതിന്റെ അത്രയും കട്ടി ഉണ്ടാവോ ഇതിന്? മരത്തിന് അത്രയും കട്ടി ഉണ്ടാവോ ബ്രാഞ്ചിന്? ഇല്ല. അപ്പൊ ബ്രാഞ്ച് ചെറുതായിരിക്കും മെയിൻ ആയിട്ടുള്ള ഇതിനേക്കാൾ. നമ്മൾ രണ്ട് ടേംസ് യൂസ് ചെയ്യേണ്ടത്. ഒന്ന് മെയിൻ ചെയിൻ യൂസ് ചെയ്യും, കാണിച്ചു തരാം. ഒരു മരമാണെങ്കിൽ ആ മരത്തിന് ഒരു തടി ഉണ്ടാകും, പിന്നെ അവിടെ നിന്ന് ഒരു ബ്രാഞ്ച് പോയിട്ടുണ്ടാവും. ഇങ്ങനെ ഒരു ബ്രാഞ്ച് ഉണ്ടെങ്കിൽ ഇത് മെയിൻ ആയിട്ടുള്ള തടിയാണ്. ഇതുപോലെ തന്നെ നമ്മുടെ ഹൈഡ്രോ കാർബൺസിനും വരും കേട്ടോ. ഞാനത് കാണിച്ചു തരാം, ഇപ്പൊ കാണിക്കുന്നില്ല, ആ ടോപ്പിക് വരുമ്പോൾ കാണിച്ചു തരാം. അടുത്ത ടോപ്പിക്കാണ്. മെയിൻ ആയിട്ടുള്ള ഒരു ചെയിൻ ഉണ്ട്, ഇതിന്റെ മെയിൻ ചെയിൻ എന്ന് പറയുന്നത്. മെയിൻ ചെയിൻ മരത്തിന്റെ കേസിലല്ല കേട്ടോ, നമ്മുടെ ഹൈഡ്രോ കാർബൺസിന്റെ കേസിൽ മെയിൻ ആയിട്ടുള്ള ചെയിൻ ഉണ്ട്, തടി കൂടിയ ചെയിൻ ഉണ്ടാവും. പിന്നെ ബ്രാഞ്ചും ഉണ്ടാവും. ഇത് ബ്രാഞ്ചാണ്, ശിഖിരം. നമുക്ക് കാണാതെ ഇപ്പൊ ടെക്സ്റ്റ് ബുക്ക് നോക്കിക്കോ. അൺബ്രാഞ്ചഡ് ഹൈഡ്രോ കാർബൺസ്, അൺബ്രാഞ്ചഡ് ആൽക്കെയിൻസ് നോക്കിക്കോ. അവിടെ എല്ലാത്തിനും പേര് കൊടുത്തിട്ടുണ്ട്. സി ഒരു കാർബൺ ഉള്ള കേസ്, ഒരു കാർബൺ സിംഗിൾ ബോണ്ട് CH4 എന്നതിന്റെ മോളിക്കുലർ ഫോമിൽ വരും. മീതെയിന്റെ പേര് കൊടുക്കും. 2 കാർബൺ ആണെങ്കിൽ ഈതെയിൻ, എത്തൈൻ, ഈതെയിൻ. പ്രൊണൗൺസിയേഷൻ നോക്കൊന്നും വേണ്ട.
3 കാർബൺ ആണെങ്കിൽ പ്രൊപ്പെയിൻ ANE സിംഗിൾ ബോണ്ട്. ഇനി താഴത്തോട്ട് പറഞ്ഞിട്ടുണ്ട് ഹാവ് യു സീൻ എനി ഫീച്ചേഴ്സ്, അതൊന്നും നോക്കണ്ട. താഴെ മീത്ത് പ്ലസ് ANE മീത്തേൻ, ഈത്ത് പ്ലസ് ANE ഈത്തേൻ, വേർഡ് റൂട്ട് പ്ലസ് ANE ആൽക്കെയിൻ. അതാണ് ഫോർമുല, നമ്മൾ എഴുതിയിട്ടുണ്ട് ആ ഫോർമുല. വേർഡ് റൂട്ട് പ്ലസ് സഫിക്സ് എഴുതിയിരിക്കുന്നത് കുഴപ്പമില്ല. ഫോർമുല ഒന്നും എവിടെ എഴുതേണ്ട ആവശ്യമില്ല കേട്ടോ. നമുക്ക് ക്വസ്റ്റ്യൻ ആൻസർ എഴുതിയാൽ മതി. ഇത്ര ഓക്കെ ആണോ? യെസ്. അപ്പൊ അടുത്ത ടോപ്പിക്കിലോട്ട് കിടക്കുവാണ്. ഇതാണ് നമ്മുടെ ഇമ്പോർട്ടന്റ് ടോപ്പിക് കേട്ടോ. ഇതാണ് വരാൻ പോണ എക്സാമിന്. ഇപ്പൊ നമ്മൾ പഠിച്ചതൊന്നും വന്നിട്ടില്ല ഇതുവരെ. സിമ്പിൾ ആയിട്ടുള്ള കേസുകളൊന്നും അധികം വന്നിട്ടില്ല. നമ്മൾ പഠിക്കാൻ പോണതാണ് ഇനി വന്നിട്ടുള്ളത്. നോക്കാം. അതാണ് നോമൻക്ലേച്ചർ ഓഫ്, ഇതും നെയിമിംഗ് ആണ്, നോമൻക്ലേച്ചർ ഓഫ് ബ്രാഞ്ചഡ് ആൽക്കെയിൻസ്. ഇത് ആൽക്കെയിൻസിന് മാത്രം നമ്മൾ പഠിക്കുന്നു. ആൽക്കീനും ആൽക്കൈനും പഠിക്കുന്നില്ല. ബ്രാഞ്ച് ഉള്ള ആൽക്കെയിൻസ്, ബ്രാഞ്ച് ഉള്ള സിംഗിൾ ബോണ്ട് ഉള്ള കോമ്പൗണ്ട്സ് ആണ്. എക്സാമ്പിൾ നോക്കാം. സി 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 ഓക്കെ, 4 കാർബണുള്ള ഒരു കോമ്പൗണ്ട് ആണ്. അപ്പൊ ഇതിലെല്ലാത്തിലും ഞാനിപ്പോ ഹൈഡ്രജൻ കൊടുത്തു, എല്ലാത്തിലും ഹൈഡ്രജൻ കൊടുത്തു. അപ്പൊ ഈ കോമ്പൗണ്ടിന്റെ പേരെന്തായിരിക്കും? പെട്ടെന്ന് പറഞ്ഞേ. 2 കോമ്പൗണ്ട് ആണ്, ബ്യൂട്ടൈൻ എന്നായിരിക്കും ഈ കോമ്പൗണ്ടിന്റെ പേര്. ഓക്കെ, ഇതിന് പകരം ഞാൻ ഇതിൽ ചെറിയൊരു ചേഞ്ച് വരുത്തും. ഈ ഹൈഡ്രജൻ മാറ്റിയിട്ട് ഇവിടെ ഒരു കാർബൺ കൊടുത്തു. അപ്പൊ ഈ കാർബണിന് ഇപ്പൊ എത്ര വാലൻസ് കൂടി കൊടുക്കാനുണ്ട്? ഞാനിപ്പോ എഴുതിയ കാർബണിന് എത്ര വാലൻസും കൂടി, എത്ര ബോണ്ട് കൂടി വേണം ഇതിന്? 3 ബോണ്ട് കൂടി വേണം അല്ലെ? 3 കൂടി വേണം. ഇപ്പൊ ഇവിടെ ഹൈഡ്രജൻ വന്നു, ഇവിടെ ഹൈഡ്രജൻ വന്നു, ഇവിടെ ഹൈഡ്രജൻ വന്നു. ഇങ്ങനെ ഒരു കോമ്പൗണ്ട് എന്ന് വിചാരിക്കും. ഞാൻ എഴുതിയിരിക്കുന്ന കോമ്പൗണ്ട് ആണ് ബ്രാഞ്ചഡ് ആൽക്കെയിൻ, ബ്രാഞ്ച് ഉള്ള ആൽക്കെയിൻ. ഇതിൽ നിങ്ങൾ നോക്കിക്കേ, ഒരു മെയിൻ ആയിട്ടുള്ള ഒരു ചെയിൻ ഉണ്ട്. മെയിൻ ആയിട്ടുള്ള ഒരു ചെയിനാണ് ഈ എഴുതിയിരിക്കുന്നത്. ഉണ്ടോ? ഇതൊരു മെയിൻ ചെയിനാണ്, വലിയൊരു തടിയാണ്. ആ മെയിൻ ആയിട്ടുള്ള ചെയിനിൽ നിന്ന് ചെറിയൊരു ചെയിൻ ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. ചെയിൻ എന്ന് പറയും, അതിന് ചെറിയൊരു ചെയിൻ വന്നിട്ടുണ്ട്. ഇതിനെ നമ്മുടെ ടൈംസിൽ പറയുന്നതാണ് ബ്രാഞ്ച് എന്ന് പറയുന്നത്. ഇതൊരു ബ്രാഞ്ച് ആണ്. ഇത് മെയിൻ ചെയിൻ ആണ്. മെയിൻ ചെയിനിൽ നിന്ന് ഒരു ബ്രാഞ്ച് വന്നിട്ടുണ്ട്, ചെറിയൊരു ബ്രാഞ്ച്. മെയിൻ ചെയിനിനേക്കാളും ചെറുതായിരിക്കും ബ്രാഞ്ച്. ഇടിയോ നോക്കിയൊന്ന്, ഒരു മെയിൻ ചെയിൻ ഉണ്ട്. ഇനി സപ്പോസ് ഇവിടെ കാർബൺ അല്ല ഹൈഡ്രജൻ ആയിരുന്നെങ്കിൽ അതിന്റെ പേര് ബ്യൂട്ടൈൻ ആയിരുന്നേന്. പക്ഷെ ഇവിടെ ഹൈഡ്രജൻ മാറി അവിടെ ഒരു കാർബൺ വന്നു. കാർബൺ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആ കാർബണിന്റെ പേര് കൊടുക്കേണ്ടി വരും. നമ്മൾ IUPAC നെയിമിംഗിൽ കണ്ടില്ലായിരുന്നോ? നമ്പർ ഓഫ് കാർബൺ ആറ്റം കണ്ടില്ലായിരുന്നോ? എത്ര കാർബൺ ആറ്റം ഉണ്ടോ അതിനനുസരിച്ച് പേര് മാറിക്കൊണ്ടിരിക്കും. അപ്പൊ ഈ കോമ്പൗണ്ടിൽ 4 കാർബൺ ആറ്റം ഉണ്ടെങ്കിൽ അതിന്റെ പേര് ബ്യൂട്ടൈൻ ആയിരിക്കും. ഇപ്പൊ 5 കാർബൺ ആറ്റം വന്നു. 5ാമത്തെ കാർബൺ ആറ്റം ഒരു ബ്രാഞ്ച് ആയിട്ടാണ് വന്നത്, മെയിൻ ചെയിനിലല്ല വന്നത്. മെയിൻ ചെയിനിന് കുറച്ച് മാറിയാണ് വന്നത്. ഇതിനാണ് ബ്രാഞ്ചഡ് ആൽക്കെയിൻസ് എന്ന് പറയുന്നത്. ബ്രാഞ്ചഡ് ആൽക്കെയിൻസ് എന്ന് പറയുന്നത്. ഞാൻ ഇപ്പൊ പറഞ്ഞ കാര്യം പിടികിട്ടിയോ? ഒരു മെയിൻ ചെയിൻ ഉണ്ടാവും. ആ മെയിൻ ചെയിനിൽ നിന്ന് ഏതെങ്കിലും ഒരു കാർബൺ ആറ്റത്തിന്റെ സൈഡിൽ നിന്ന് ഒരു ബ്രാഞ്ച് വരും, ഒരു കാർബൺ വരും. ഓക്കെ, ഇനി ഇതിന്റെ പേരിടണ എങ്ങനെയാ നോക്കാം. ഇതിന്റെ പേരിടണേന് IUPAC വേറെ സെറ്റ് ഓഫ് റൂൾസ് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ആദ്യം പഠിച്ച റൂൾസ് എന്ന് പറയുന്നത് അൺബ്രാഞ്ചിന്റെ കേസാണ്, ബ്രാഞ്ച് ഇല്ലാത്തതിന്റെ കേസാണ് ആദ്യം പഠിച്ചത്. 2 റൂൾസ്. ഇനി ഈ ഒരു കോമ്പൗണ്ട് നെയിം ചെയ്യുന്നതിന് വേറെ സെറ്റ് ഓഫ് റൂൾസ് പഠിച്ചിട്ടുണ്ട്. നമുക്ക് എഴുതാം ആദ്യം തന്നെ. നോട്ട്ബുക്കിൽ ഹെഡിങ് കൊടുത്തേ, നോമൻക്ലേച്ചർ ഓഫ് ബ്രാഞ്ചഡ് ആൽക്കെയിൻസ്. നോമൻക്ലേച്ചർ ഓഫ് ബ്രാഞ്ചഡ് ആൽക്കെയിൻസ്. അത് കൊടുത്തു കഴിഞ്ഞിട്ട് ഈ ഒരു ഫിഗർ വരച്ചിട്ട് നിങ്ങൾ കാര്യങ്ങളൊക്കെ എഴുതി വെച്ച്, മെയിൻ ചെയിൻ ബ്രാഞ്ച് എന്നൊക്കെ എഴുതി വെച്ച് ആ ഒരു കാര്യം മനസ്സിലാക്കിയിട്ടാണ് ആദ്യം. മെയിൻ ചെയിൻ ഉണ്ട്, ബ്രാഞ്ച് ഉണ്ട്. നേരത്തെ പോലെ നമുക്ക് ഒറ്റയടിക്ക് പേര് എഴുതാൻ പറ്റില്ല കേട്ടോ. ഇതിന് കുറച്ച് സ്റ്റെപ്സ് ഉണ്ട്. ആ സ്റ്റെപ്സ് ഫോളോ ചെയ്താലേ നമുക്ക് കിട്ടുള്ളൂ.
ചെറിയൊരു ലാഗ് ഉണ്ടാവും. ഒരു മിനിറ്റ് നിന്ന് നോക്കിയിട്ട് നിങ്ങൾക്ക് അതിന് ആൻസർ എഴുതാൻ പറ്റുള്ളൂ. ഒറ്റയടിക്ക് എഴുതാൻ പറ്റില്ല. ആ സെറ്റ് ഓഫ് റൂൾസ് ഫോളോ ചെയ്താൽ മതി, എല്ലാത്തിനെയും നെയിം ചെയ്യാൻ പറ്റും. പറയാണ് കേട്ടോ. ഓക്കെ, ഒന്നാമത്തെ റൂള്, ഫസ്റ്റ് റൂൾ ഐഡന്റിഫൈ. എഴുതിക്കോട്ടെ, കൂടെ എഴുതിക്കോ. ഫസ്റ്റ് റൂൾ ഐഡന്റിഫൈ ദി മെയിൻ ചെയിൻ. ഐഡന്റിഫൈ ദി മെയിൻ ചെയിൻ. ബ്രാക്കറ്റിൽ എഴുതിക്കേ. chain having more carbon atom. The chain having more carbon atom. The chain having more carbon atom. The chain having more carbon atom. ഇതിനെ ലോങ് ചെയിൻ എന്ന് പറയും കേട്ടോ. ഇതോടെ എഴുതിക്കോ. മെയിൻ ചെയിൻ എന്നും പറയും, ലോങ് ചെയിൻ എന്നും പറയും. രണ്ടിന്റെ പേര് എഴുതി വെച്ചു. മെയിൻ ചെയിൻ ഓർ ലോങ് ചെയിൻ. ചിലപ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ ലോങ് ചെയിൻ ആയിരിക്കും യൂസ് ചെയ്തിരിക്കുന്നത്. ടെക്സ്റ്റ് ബുക്കിൽ ലോങ് ചെയിൻ ആണോ? ഇല്ല, മെയിൻ ചെയിൻ തന്നെയാണ്. ലോങ് ചെയിൻ എന്ന് പറയാറുണ്ട് കേട്ടോ. ലോങ് ചെയിൻ എന്ന് പറയും. ഫസ്റ്റ് റൂൾ അതാണ്. നമുക്കത് നോക്കാം. ഫസ്റ്റ് റൂൾ എന്താ ഉദ്ദേശിക്കുന്നത് നോക്കാം. വേറൊരു കോമ്പൗണ്ട് എഴുതാം. C C C C C ഓക്കെ. ഇങ്ങനൊരു കോമ്പൗണ്ട് ഹൈഡ്രജൻ ഒന്നും ഇട്ടല്ല കേട്ടോ. ഇങ്ങനൊരു കോമ്പൗണ്ട് ഹൈഡ്രജൻ ഇട്ട് എങ്ങനെ വരും നിങ്ങൾക്ക് അറിയാലോ ഇല്ലേ? എങ്ങനെ വരും എന്ന് അറിയാൻ പാടില്ല. എല്ലാത്തിലും ഇതിന് 3 വാലൻസി വരും, ഇതിന് 2 വാലൻസി വരും, ഇതിന് 2 വാലൻസി വരും, ഇതിന് 1 വാലൻസി വരും, ഇതിന് 3 വാലൻസി വരും, ഇതിന് 3 വാലൻസി വരും. തൽക്കാലം അങ്ങനെ എഴുതണില്ല, എളുപ്പത്തിന് ഞാൻ പറഞ്ഞുതരാം. നോക്കി. അപ്പൊ നമ്മുടെ ഫസ്റ്റ് റൂൾ ആണ് കേട്ടോ. ഫസ്റ്റ് റൂൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഐഡന്റിഫൈ ദി മെയിൻ ചെയിൻ. മെയിൻ ചെയിൻ നമുക്ക് എന്തായിരുന്നു? നമ്പർ ഓഫ് കാർബൺ ആറ്റം കൂടുതലുള്ളത്. നോക്കി, ഇതിൽ മൊത്തം എത്ര കാർബൺ ആറ്റം ഉണ്ട്? അതുകൊണ്ട് കാണിച്ചു എത്ര കാർബൺ ആറ്റം ഉണ്ട് മൊത്തം? 6 കാർബൺ ആറ്റം ഉണ്ട്. ഇതിൽ ഏറ്റവും കൂടുതൽ കാർബൺ ആറ്റം ഉള്ള ഒരു ചെയിൻ കണ്ടുപിടിക്കണം. ലോങ് ചെയിൻ കണ്ടുപിടിക്കണം, മെയിൻ ചെയിൻ കണ്ടുപിടിക്കണം. അപ്പൊ നിങ്ങളുടെ തെറ്റിദ്ധാരണയായിരിക്കും എല്ലാം ഇതായിരിക്കും മെയിൻ ചെയിൻ എന്ന് തെറ്റിപ്പോകും. എല്ലാവരും ഇത് മെയിൻ ചെയിൻ ആയിട്ട് എടുക്കും. ഈ കേസിൽ ഇതാണ് മെയിൻ ചെയിൻ. വേറെ കേസിൽ മെയിൻ ചെയിൻ മാറും. മെയിൻ ചെയിൻ കണ്ടുപിടിക്കാനുള്ള കണ്ടീഷൻ ഇതാണ്. ഏറ്റവും കൂടുതൽ കാർബൺ ആറ്റം ഉള്ള ചെയിൻ കണ്ടുപിടിക്കണം. ചെയിൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പോകണം നാട്ടം മീനിങ്. കണ്ടിന്യൂസ് ആയിട്ട് ലൈൻ വരയ്ക്കാൻ പറ്റുന്നതാണ്. ആ ലൈൻ നേരെ ആകാം, ആ ലൈൻ ചിലപ്പോൾ ഇങ്ങനെ ആകാം, ആ ലൈൻ ചിലപ്പോൾ ഇങ്ങനെ ആകാം. ചെയിൻ ആയാൽ മതി. ചെയിൻ എന്ന് വെച്ചാൽ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ പോകണം. അവിടെ ഗ്യാപ്പ് ഒന്നും വരരുത്. ഞാൻ കാണിച്ചു തരാം ഇതിൽ എന്തൊക്കെ ചെയിൻ ഉണ്ടെന്ന് കാണിച്ചു തരാം. ഞാൻ ആദ്യം വരച്ചിങ്ങനെ കുളം കണ്ടോ, ഗ്രീൻ കളറും കൊണ്ട്. ഇതൊരു ചെയിനാണ്, കണ്ടിന്യൂസ് ചെയിനാണ്. ഈ ചെയിനിൽ എത്ര കാർബൺ ആറ്റം ഉണ്ട്? അതുകൊണ്ട് കാണിച്ചേ. ഇപ്പൊ വരച്ചെങ്ങനെ ചെയിനിൽ എത്ര കാർബൺ ആറ്റം ഉണ്ട്? 5 കാർബൺ ആറ്റം ഉണ്ട്. ശ്രദ്ധിക്കണം കേട്ടോ. ഇനി വേറൊരു ചെയിൻ വരയ്ക്കാം. കണ്ടിന്യൂസ് ചെയിൻ ആണ്. ഇതിൽ എത്ര കാർബൺ ആറ്റം ഉണ്ട്? 5. വേറെ ചെയിൻ വരയ്ക്കാം. ഇതിൽ എത്ര കാർബൺ ആറ്റം ഉണ്ട്? 3. ഇനി വേറെ എന്തെങ്കിലും ചെയിൻ ഉണ്ടോ? നോക്കിക്കോ ഒന്ന്. കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് വരയ്ക്കാൻ പറ്റുന്ന ഇതിൽ ചെയിൻ ഉണ്ടോ? ഇല്ല. ഓക്കെ, ഇതിൽ 3 ചെയിൻ ഉണ്ട്. 3 ചെയിൻ നമ്മൾ കണ്ടുപിടിച്ചു. ചെയിൻ എന്ന് പറഞ്ഞാൽ ഇത്ര ഉള്ളൂ. കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ലൈൻ വരയ്ക്കാൻ പറ്റും. എല്ലാ കാർബൺ ആറ്റത്തിനെ ഉൾപ്പെടുത്തിക്കൊണ്ട് അല്ലെങ്കിൽ മാക്സിമം നമ്പർ ഓഫ് കാർബൺ ആറ്റത്തിനെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ലൈൻ വരയ്ക്കാൻ പറ്റണം. അതാണ് ചെയിനിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇതിൽ 3 ചെയിൻ ഉണ്ട്. ആ 3 ചെയിനിൽ ആദ്യത്തെ 2 ചെയിനിൽ 5 കാർബൺ ആറ്റം, മൂന്നാമത്തെ ചെയിനിൽ 3 കാർബൺ ആറ്റം ഉണ്ട്.
ഇത് നമ്മൾ ഏത് ചെയിൻ എടുക്കും ഇതിൽ? ഫസ്റ്റ് റൂൾ എന്താ പറയണത്? മാക്സിമം നമ്പർ ഓഫ് കാർബണാറ്റം ഉള്ളത് അല്ലെങ്കിൽ മോർ നമ്പർ ഓഫ് കാർബണാറ്റം ഉള്ള ഒരു ചെയിൻ എടുക്കണം. ഇപ്പൊ 2 ചെയിനിലും 5 കാർബണാറ്റം ഉണ്ട്. അപ്പൊ നമുക്ക് ഇഷ്ടമുള്ള ചെയിൻ എടുക്കാം. വേണമെങ്കിൽ ഈ ചെയിൻ എടുക്കാം, ഗ്രീൻ കളറുള്ള ചെയിൻ എടുക്കാം, അല്ലെങ്കിൽ റെഡ് അല്ല ബ്ലൂ കളറുള്ള ചെയിൻ എടുക്കാം. ഈ 2 ചെയിനും നമുക്ക് എടുക്കാം. ഈ 2 ചെയിൻ എടുത്താലും ഈ കോമ്പൗണ്ടിന്റെ പേര് സെയിം ആയിരിക്കും. പക്ഷെ ഈ ചെയിൻ എടുക്കാൻ പറ്റില്ല. 3 കാർബണാറ്റുള്ള ചെയിൻ എടുക്കാൻ പറ്റില്ല. ഫസ്റ്റ് റൂള് പറഞ്ഞ ഇതാണ്, മാക്സിമം നമ്പർ ഓഫ് കാർബണാറ്റുള്ള ഒരു ചെയിൻ സെലക്ട് ചെയ്യണം. അത് മനസ്സിലായല്ലോ? ഇനി അടുത്ത ടാസ്ക് എന്താണെന്ന് അറിയോ? നെക്സ്റ്റ് റൂളാണ് എഴുതിക്കോ. നെക്സ്റ്റ് റൂൾ എഴുതിക്കോ. സെക്കൻഡ് വൺ, നമ്പർ ദി മെയിൻ ചെയിൻ ഫ്രം ലെഫ്റ്റ് to right and right to left. Number the main chain അല്ലെങ്കിൽ long chain from left to right and right to left. ആദ്യം മെയിൻ ചെയിൻ കണ്ടുപിടിക്കണം. രണ്ടാമത്തെ റൂളാണ് ആ മെയിൻ ചെയിനിന്റെ നമ്പർ ഇടണം. എങ്ങനെയാ നോക്കാം. ഞാൻ ഈ മെയിൻ ചെയിൻ ഒന്നുകൂടി എടുത്ത് വരയ്ക്കാം കേട്ടോ. C. ഓക്കെ, അപ്പൊ ആദ്യം പറഞ്ഞു നമുക്ക് വേണമെങ്കിൽ സ്ട്രെയിറ്റ് ആയിട്ട് എടുക്കാം, ഇതെടുക്കാം, അല്ലെങ്കിൽ ഇതെടുക്കാം. അപ്പൊ ഞാൻ തൽക്കാലം എളുപ്പത്തിന് വേണ്ടിയിട്ട് നേരെയുള്ള ചെയിൻ എടുത്തു കേട്ടോ. നേരെയുള്ള ചെയിൻ മെയിൻ ചെയിൻ ആയിട്ട് എടുക്കും. അപ്പൊ എന്റെ മെയിൻ ചെയിൻ ഇതാണ്. ആദ്യം വരച്ചേണ്ടതാണ്. ഇതാണ് എന്റെ മെയിൻ ചെയിൻ, 5 കാർബണാറ്റുള്ള ചെയിൻ. സംശയമില്ലല്ലോ? രണ്ടാമത്തെ റൂളാണ് ഈ മെയിൻ ചെയിനിലെ നമ്പർ ചെയ്യണം. നമ്പർ ദി മെയിൻ ചെയിൻ ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് ആൻഡ് റൈറ്റ് ടു ലെഫ്റ്റ്. ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട്, ലെഫ്റ്റ് ടു റൈറ്റ് നമ്പർ ചെയ്യണം എന്ന് പറഞ്ഞ ഇത്രേ ഉള്ളൂ. എല്ലാ കാർബണാറ്റത്തിനും ഒരു നമ്പർ കൊടുക്കണം. ഇത് ഫസ്റ്റ് കാർബണാറ്റം ആണ്, ഇത് സെക്കൻഡ് കാർബണാറ്റം ആണ്, തേർഡ് കാർബണാറ്റം ആണ്, ഫോർത്ത് കാർബണാറ്റം. ഇനി തിരിച്ച് നമ്പർ ചെയ്യണം. റൈറ്റ് ടു ലെഫ്റ്റ് നമ്പർ ചെയ്യണം. ഇത് ഫസ്റ്റ് കാർബണാറ്റം, സെക്കൻഡ് കാർബണാറ്റം, തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത്. സെക്കൻഡ് റൂൾ മനസ്സിലായോ? ഇത്ര ഉള്ളൂ കേട്ടോ. മെയിൻ ചെയിൻ സെലക്ട് ചെയ്യണം. മെയിൻ ചെയിന് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ടും റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ടും നമ്പർ ചെയ്യണം. 1 2 3 4 5. 5 കാർബണാറ്റ് ഉള്ളതിന് 5 വരും. ഓക്കെ അല്ലേ? സംശയം ഉണ്ടെങ്കിൽ പറ കേട്ടോ. ഓക്കെ അല്ലേ? റെസ്പോൺസ് ഒന്നുമില്ല. ഓക്കെ അല്ലാന്ന് തോന്നുന്നു. സംശയം ഉണ്ടെങ്കിൽ ചോദിക്കട്ടെ, പിള്ളേരെ വെച്ചോണ്ടിരിക്കരുത്. തേർഡ് റൂള് പറയാം കേട്ടോ. തേർഡ് റൂള്, സെലക്ട് ദി number lowest number select the lowest number having the branch. Select the lowest number having the branch. ഇതിന്റെ മീനിങ് എന്താ? സെലക്ട് ദി ലോവസ്റ്റ് നമ്പർ ഹാവിംഗ് ദി ബ്രാഞ്ച്. ബ്രാഞ്ച് ഉള്ള ലോവസ്റ്റ് നമ്പർ സെലക്ട് ചെയ്യണം. ഇവിടെ നോക്കി, ഇത് മെയിൻ ചെയിൻ ആണ്. നേരെ വരച്ചേക്കുന്നത് മെയിൻ ചെയിൻ ആണ്. ഇതിലെ ബ്രാഞ്ച് ഏതാ? മെയിൻ ചെയിൻ ഒഴിച്ച് ബാക്കി എല്ലാം ബ്രാഞ്ച് ആയിരിക്കും കേട്ടോ. അത് മനസ്സിലാക്കണം നിങ്ങൾ. മെയിൻ ചെയിൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി എല്ലാം ബ്രാഞ്ച് ആയിരിക്കും. ഇതൊരു ബ്രാഞ്ചാണ്. ഇത് 2 ബ്രാഞ്ചുള്ള കേസ് നിങ്ങൾക്ക് വരും. നിങ്ങൾക്ക് മനസ്സിലാവും. ഇതൊരു ബ്രാഞ്ചാണ്. ഈ ബ്രാഞ്ച് ഉള്ള കാർബണാറ്റ്, ഈ ബ്രാഞ്ച് ഇതാണ് ബ്രാഞ്ച്. ഇത്രേ ഉള്ളൂ ബ്രാഞ്ച്. ഞാൻ ഈ ബോക്സ് വരച്ചേക്കുന്ന അത്ര ബ്രാഞ്ച് ഉള്ളൂ. ബ്രാഞ്ച് ഉള്ള കാർബണാറ്റ് ഏതാ? സർക്കിൾ ചെയ്തേക്കുന്നതല്ലേ? ബ്രാഞ്ച് ഉള്ള കാർബണാറ്റോ അതല്ലേ? അല്ലെ? മെയിൻ ചെയിനില് ബ്രാഞ്ച് വന്നേക്കുന്ന കാർബണാറ്റം അതിന്നല്ലേ വന്നേക്കുന്നത്. ഓക്കെ, ആ കാർബണാറ്റത്തിന് 2 നമ്പേഴ്സ് ഉണ്ട്, 2ഉം 4ഉം ഉണ്ട്. അതിലുള്ള ഏത് നമ്പർ സെലക്ട് ചെയ്യണം? ലീസ്റ്റ് നമ്പർ സെലക്ട് ചെയ്യണം. ലോവസ്റ്റ് നമ്പർ സെലക്ട് ചെയ്യണം. സെലക്ട് ദി ലോവസ്റ്റ് നമ്പർ അല്ലെങ്കിൽ ലീസ്റ്റ് നമ്പർ ഹാവിംഗ് ദി ബ്രാഞ്ച്. ബ്രാഞ്ച് ഉള്ള ലീസ്റ്റ് നമ്പർ സെലക്ട് ചെയ്യണം. 2 സെലക്ട് ചെയ്തു. ഈ നെയിമിങ്ങിലോട്ട് കിടക്കുവാണ് കേട്ടോ.
അടുത്തത് നെയിം ചെയ്യാൻ പോവാണ്. ഈ നെയിം ചെയ്യണേന് ഞാനൊന്ന് എഴുതി കേട്ടെ, അത് നിങ്ങൾ എഴുതിയാൽ മതി. നെയിം ചെയ്യണേന് നമ്മൾ നേരത്തെ കണ്ടതുപോലെ, നേരത്തെ കണ്ടത് എങ്ങനെയായിരുന്നു? വേർഡ് റൂട്ട് പ്ലസ് സഫിക്സ് ആയിരുന്നു കണ്ടത്. കണ്ടോ? വേർഡ് റൂട്ട് പ്ലസ് സഫിക്സ് ആയിരുന്നു അവിടെ നെയിം ചെയ്തത്. ഇവിടെയും അതുപോലെ തന്നെയാണ്, ചെറിയൊരു വ്യത്യാസമുണ്ട്. ഇവിടെ വേർഡ് റൂട്ടും സഫിക്സും ഉണ്ടാവും, കൂടെ ആരും കൂടി ഉണ്ടാവും. കൂടെ നമുക്ക് ആരെയും കൂടി എഴുതണം പേരിൽ. മെയിൻ ചെയിൻ മാത്രം എഴുതിയാൽ മതിയോ? ഒന്ന് ആലോചിച്ച് നോക്കി. ഈ മെയിൻ ചെയിൻ മാത്രം എഴുതിയാൽ മതിയോ നമുക്ക്? ആരുടെയും കൂടി പേര് എഴുതണം. ആരും കൂടി എക്സ്ട്രാ ഉണ്ട് ഇവിടെ. ബ്രാഞ്ചും കൂടി ഉണ്ട്. കണ്ടോ? ഇയാൾ എക്സ്ട്രാ ആണ്, ഇയാൾ എക്സ്ട്രാ വന്ന ആളാണ്. അപ്പൊ ആ ബ്രാഞ്ചിന്റെ പേരും കൂടി എഴുതണം. ആ ബ്രാഞ്ചിന്റെ പേരുണ്ട്, അത് എങ്ങനെയാ കണ്ടുപിടിക്കണമെന്ന് പറഞ്ഞുതരാം. നെയിം ചെയ്യണ ഇതാണ് കേട്ടോ. പൊസിഷൻ ഓഫ് ബ്രാഞ്ച് ആദ്യം പറഞ്ഞുതരാം. പൊസിഷൻ ഓഫ് ബ്രാഞ്ച് പ്ലസ് ഹൈഫൺ, ഒരു ഹൈഫൺ ഇടണം. എന്തുകൊണ്ടാന്നൊക്കെ പറഞ്ഞുതരാം കേട്ടോ. ഹൈഫൺ നെയിം ഓഫ് ദി ബ്രാഞ്ച്, നെയിം ഓഫ് ദി ബ്രാഞ്ച് പ്ലസ് വേർഡ് റൂട്ട് പ്ലസ് സഫിക്സ്. ഇതിൽ നോക്കിയേ, വേർഡ് റൂട്ട് പ്ലസ് സഫിക്സ് നമ്മൾ കണ്ടത് തന്നെയാണ്. നിങ്ങളൊന്ന് പറയാൻ പറ്റുമോ ഈ എഴുതിയേക്കുന്ന കോമ്പൗണ്ടിന്റെ വേർഡ് റൂട്ട് പ്ലസ് സഫിക്സ് എത്രയാ? ഏതാണ്? പേരെന്ത് വരും? മെയിൻ ചെയിന്റെ പേരെന്ത് വരും? കേട്ടില്ല? മെയിൻ ചെയിൻ എന്ന് പറഞ്ഞാൽ ഇതാണ് കേട്ടോ. ഇതാണ് മെയിൻ ചെയിൻ. മെയിൻ ചെയിന്റെ പേരെന്ത് വരും? 5 കാർബൺ ആറ്റം, സിംഗിൾ ബോണ്ട്, പേരെന്ത് വരും? പെന്റെയിൻ. ANE. അപ്പൊ നമുക്ക് ഇത് കിട്ടി, വേർഡ് റൂട്ട് പ്ലസ് സഫിക്സ് പെന്റെയിൻ കിട്ടി. ഈ മുകളിൽ എഴുതിയിരിക്കുന്ന 3 കേസ് കണ്ടോ? പൊസിഷൻ, ഹൈഫൺ, നെയിം ഓഫ് ദി ബ്രാഞ്ച്. ഇത് ഈ ബ്രാഞ്ചിനെ കാണിക്കുന്നതാണ്. ആ ബ്രാഞ്ചിന്റെ പൊസിഷനും ആ ബ്രാഞ്ചിന്റെ പേര് എഴുതാനുള്ള സ്ഥലമാണ്. ബ്രാഞ്ചിന്റെ പൊസിഷൻ എത്രയാ? 2. ആ ബ്രാഞ്ച് പൊസിഷൻ എന്ന് പറഞ്ഞ ബ്രാഞ്ച് എത്രാമത്തെ കാർബണാറ്റത്തിലാണ്? നമ്മൾ സെലക്ട് ചെയ്തു ഒരു നമ്പർ, ലീസ്റ്റ് നമ്പർ സെലക്ട് ചെയ്തു. 2. 2ലും 4ലും ഉണ്ട്. അതിൽ തന്നെ ലീസ്റ്റ് നമ്പർ സെലക്ട് ചെയ്തു, ലോവസ്റ്റ് നമ്പർ സെലക്ട് ചെയ്തു. ഇതിന്റെ പേരെങ്ങനെ വരുമെന്ന് അറിയോ? ആദ്യം 2 ഇടണം. രണ്ടാമത്തെ സ്ഥലത്താണ് ആ ബ്രാഞ്ച് ഉള്ളത്. ഇനി IUPAC നെയിമിന്റെ ഒരു പ്രത്യേകത, എവിടെ നമ്പർ വന്നാലും ആ നമ്പർ കഴിഞ്ഞിട്ട് ഒരു ആൽഫബറ്റ് വരുവാണെങ്കിൽ ഒരു ഹൈഫൺ ഉണ്ടാവും. നമ്പർ കഴിഞ്ഞിട്ട് ഒരു വേർഡ് വരുവാണെങ്കിൽ അതിന്റെ ഒരു നമ്മൾ ഹൈഫൺ വെച്ച് ഇതിനെ സെപ്പറേറ്റ് ചെയ്യും. നമ്പർ വന്നു കഴിഞ്ഞാൽ ഹൈഫൺ അപ്പൊ തന്നെ ഇടണം. 2 ഹൈഫൺ. ഈ ബ്രാഞ്ചിന് ഒരു പേരുണ്ട്, പെന്റെയിൻ. ഇതാണ് കോമ്പൗണ്ടിന്റെ പേര്. 2- പെന്റെയിൻ. ഒന്നുകൂടി പറയുവാണ്, ഇത്രയും ക്ലിയർ ആക്കിക്കോട്ടോ. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് മെയിൻ ചെയിൻ കണ്ടുപിടിക്കണം, ലോങ് ചെയിൻ കണ്ടുപിടിക്കണം, മാക്സിമം നമ്പർ ഓഫ് കാർബണാറ്റ് ഉള്ള ഒരു ചെയിൻ കണ്ടുപിടിക്കണം. എന്നിട്ട് ആ ചെയിനെ നമ്പർ ചെയ്യണം. ലെഫ്റ്റ് ടു റൈറ്റും റൈറ്റ് ടു ലെഫ്റ്റും നമ്പർ ചെയ്യണം. ഓക്കെ. പിന്നെ അടുത്തത്, അതിൽ തന്നെ നമുക്ക് ബ്രാഞ്ച് ഉള്ള കാർബണാറ്റത്തിൽ 2 നമ്പേഴ്സ് കിട്ടിയിട്ടുണ്ടാവും. അതിലുള്ള ലോവസ്റ്റ് നമ്പർ സെലക്ട് ചെയ്യണം. ബ്രാഞ്ച് ഉള്ള കാർബണാറ്റത്തിലെ ലോവസ്റ്റ് നമ്പർ സെലക്ട് ചെയ്യണം. ദെൻ നെയിമിംഗ് ആണ്. നെയിമിങ്ങിന്റെ സ്റ്റെപ്പ് ഇങ്ങനെയാണ്. ആദ്യം ബ്രാഞ്ചിന്റെ പൊസിഷൻ എഴുതും, ഏത് നമ്പറിലാണ് ബ്രാഞ്ച് എന്ന് എഴുതും, ഒരു ഹൈഫൺ ഇടും, ബ്രാഞ്ചിന്റെ പേര് എഴുതും, പിന്നെ മെയിൻ ചെയിന്റെ പേര് എഴുതും, മെയിൻ ആയിട്ടുള്ള ചെയിന്റെ പേര് എഴുതും. അതാണ് വേർഡ് റൂട്ട് പ്ലസ് സഫിക്സ്. ഇത്ര ഓക്കെ ആണോ? ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ഓക്കെ ആണോ? എക്സാമ്പിൾ നോക്കാട്ടോ, അപ്പൊ ഒന്നുകൂടി നിങ്ങൾക്ക് ക്ലിയർ ആകും. ഇനി നമുക്ക് ബ്രാഞ്ചിന്റെ പേര് എങ്ങനെ കണ്ടുപിടിക്കണം? ബ്രാഞ്ചിന് എങ്ങനെ പേരിടാം? സിമ്പിൾ ആണ് കേട്ടോ, വെരി സിമ്പിൾ ആണ്. ഈ ബ്രാഞ്ചിൽ എത്ര കാർബണാറ്റം ഉണ്ട്? പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്തേ. ഈ ബ്രാഞ്ചിൽ എത്ര കാർബണാറ്റം ഉണ്ട്? 1. ഒരു കാർബണാറ്റം ഉണ്ട്. ഒരു കാർബണാറ്റത്തിന്റെ വേർഡ് റൂട്ട് നമ്മൾ എത്ര പഠിച്ചത്? ഒരു കാർബണാറ്റം വന്നു കഴിഞ്ഞാൽ വേർഡ് റൂട്ട് എന്ത് വരും? മീത്ത്ന്ന് വരും. മീത്ത്ന്ന് വരും. ഒരു കാർബൺ വന്നു കഴിഞ്ഞാൽ അതിന്റെ വേർഡ് റൂട്ട് മീത്ത്ന്ന് വരും. ഇനി നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കിക്കോ, നമ്മൾ ബ്രാഞ്ചിന് ഇത് തന്നെ ഇടും, മീത്ത് തന്നെ ഇടും, കൂടെ ഒരു വൈലും കൂടി ചേർക്കും. ബ്രാഞ്ച് വന്നു കഴിഞ്ഞാൽ മീത്ത് എന്ന് എഴുതും, കൂടെ ഒരു വൈലും കൂടി ചേർക്കും ബ്രാഞ്ച് വന്നു കഴിഞ്ഞാൽ. ഇതിന്റെ റീസൺ ഒക്കെ ഉണ്ട് കേട്ടോ. ആ റീസൺ ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ തൽക്കാലം നിങ്ങൾ ഇങ്ങനെ ഒന്ന് പഠിച്ചിരിക്കുക. 2-3 എക്സാമ്പിൾ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ അതിന്റെ റീസൺ പറയാം. ഇപ്പൊ തന്നെ റീസൺ പറഞ്ഞാൽ എല്ലാം കൂടി നിങ്ങൾക്ക് വെയിറ്റ് ആയി പോകുന്ന അറിയില്ല. മനസ്സിലാക്കിക്കോ, ഇത്രേ ഉള്ളൂ.
ബ്രാഞ്ചിൽ എത്ര കാർബണാറ്റം ഉണ്ടെന്ന് നോക്കണം. ബ്രാഞ്ചിൽ ഒരു കാർബണാറ്റം ഉണ്ട്. ഒരു കാർബണാറ്റത്തിന്റെ വേർഡ് റൂട്ട് മീത്ത് എന്ന് നിങ്ങൾ പഠിച്ചത്. ആ മീത്തിന്റെ കൂടി ഒരു വൈല്യം കൂടി ആഡ് ചെയ്യും, ബ്രാഞ്ച് ആയതുകൊണ്ട്. ഇതിന്റെ പേരെങ്ങനെ വരുമെന്ന് അറിയോ? 2-methyl. 2-methyl. ഫുൾ ആയിട്ട് പറയുവാണെങ്കിൽ 2-methyl pentane. ഇതിന് ഗ്യാപ്പ് ഒന്നുമില്ല കേട്ടോ. 2 ഇടണം, ഹൈഫൺ ഇടണം, ക്യാപിറ്റൽ M വേണമെങ്കിൽ ഇടാം തുടക്കമായതുകൊണ്ട്. മീത്തൈൽ, സ്പേസ് ഇല്ല, ക്യാപിറ്റൽ ലെറ്റർ ഇല്ല, പെൻറ്റെയിൻ. ഇങ്ങനെയാണ് പേര് എഴുതുന്നത്. 2-methyl pentane. വായിക്കേണ്ടത് ഇങ്ങനെയാണ്, 2-methyl pentane. ഹൈഫൺ പറയണ്ട, 2-methyl pentane. പറഞ്ഞു നോക്കിയൊന്ന്, മ്യൂട്ട് ചെയ്തുകൊണ്ട് തന്നെ പറഞ്ഞു നോക്കിയേ. 2-methyl pentane പറഞ്ഞു നോക്ക്. 2-methyl pentane. ഓക്കെ അല്ലേ? എക്സാമ്പിൾ നോക്കാം. നിങ്ങൾ തന്നെയൊക്കെ ചെയ്ത് നോക്കണം കേട്ടോ. ഇത് ഒന്ന് മനസ്സിലാക്കിക്കുന്നു. ഇതൊന്ന് എഴുതി വെച്ചോ, നെയിമിങ്ങിന്റെ ലാസ്റ്റ് സ്റ്റെപ്പ്. എന്നിട്ട് ഈ എക്സാമ്പിൾ എഴുതി വെച്ചോ. എന്നിട്ട് നമുക്ക് വേറെ എക്സാമ്പിൾ നോക്കാം. നമ്പർ ഇടാന്നൊക്കെ എഴുതി വെച്ചോ കേട്ടോ. സൈഡില് നമ്പർ ഇട്ടതൊക്കെ എഴുതി വെച്ചു. ആ മെയിൻ ചെയിൻ ഒരു കോളത്തിലൊക്കെ ഇങ്ങനെ കെട്ട് കാണിച്ചു കൊടുത്തോ. ഇതാണ് മെയിൻ ചെയിൻ, താഴെയാണ് ബ്രാഞ്ച്. ഇത് കാണുമ്പോൾ കൺഫ്യൂഷൻ ഒന്നും ആവണ്ട കേട്ടോ, സിമ്പിൾ ആയിരിക്കും ഇത്. കുറച്ചും കൂടി പ്രോബ്ലം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആവും ഇത് ചെയ്യാൻ. കഴിഞ്ഞോ? എഴുതി കഴിഞ്ഞോ? എക്സാമ്പിൾ. ശരി, ഒന്ന് ഹൈഡ്രജൻ കാണുമ്പോൾ പേടിക്കണ്ട കേട്ടോ, വ്യത്യാസമൊന്നുമില്ല. നേരത്തെ ക്വസ്റ്റിൽ ഹൈഡ്രജൻ ഇട്ടില്ല എന്നാണ്, പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി. ഇനി നിങ്ങൾക്ക് ഇത് കണ്ടിട്ട് കുറച്ച് കൺഫ്യൂഷൻ തോന്നുവാണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? ഇതിന്റെ കണ്ടൻസർ ഫോമുല എഴുതും. ഇതിന്റെ കണ്ടൻസർ ഫോമുല എങ്ങനെ എഴുതും പറയാൻ പറ്റുമോ ആർക്കെങ്കിലും? അയ്യോക്ക് പറയാൻ പറ്റുമോ? ഇതിന്റെ കണ്ടൻസർ ഫോമുല ആര് പറയും? ആഷ്നമോൾ. CH3 സിംഗിൾ ബോണ്ട് സിംഗിൾ ബോണ്ട്, CH സിംഗിൾ ബോണ്ട് സിംഗിൾ ബോണ്ട്, CH3 സെൻട്രൽ താഴത്തോട്ട് CH3. ഇതാണ് കേട്ടോ കണ്ടൻസ്ഡ് ഫോമുല. ചെറുതാക്കി എഴുതി, ഹൈഡ്രജനൊക്കെ ഒരുമിച്ച് എഴുതി. കോമ്പൗണ്ട് കിട്ടി. ഇനി നിങ്ങൾ ആ സ്റ്റെപ്പ് ഫോളോ ചെയ്തോ, സിമ്പിൾ സ്റ്റെപ്സ് ഫോളോ ചെയ്തോ. മെയിൻ ചെയിൻ കണ്ടുപിടിക്കണം, കൂടുതൽ നമ്പർ ഓഫ് കാർബണാറ്റുള്ള ചെയിൻ കണ്ടുപിടിക്കണം, ലോങ് ചെയിൻ. പിന്നെ ആ ലോങ് ചെയിനിന് നമ്പർ ചെയ്യണം, ലെഫ്റ്റ് ടു റൈറ്റും റൈറ്റ് ടു ലെഫ്റ്റും നമ്പർ ചെയ്യണം. ലോവസ്റ്റ് നമ്പർ സെലക്ട് ചെയ്യണം. ചിലപ്പോൾ 2 നമ്പർ സെയിം ആയിരിക്കും കേട്ടോ, അപ്പോൾ ആ ഒരു നമ്പർ സെലക്ട് ചെയ്യണം. പിന്നെ നെയിമിംഗ് ആണ്. ചെയ്ത് കഴിഞ്ഞോ? പെട്ടെന്ന് കഴിയും കേട്ടോ.
കഴിഞ്ഞോ അൽസാബിത്തെ? ഇല്ല സാർ ഇപ്പൊ തന്നെ. ഇതോട്ടെ സാബിത്തോ? മുഹമ്മദ് സാബിത്ത് ഫാത്തിമത്ത് ഷെർബാൻ കഴിഞ്ഞോ? കഴിഞ്ഞു. 2 പറഞ്ഞോ. 2 methyl propane. 2 methyl propane. ശരിയാണോ? ബാക്കിയുള്ളവര് ശരിയാണ്? ചെക്ക് ചെയ്ത് കാണിച്ചു തരാം, നോക്കിയോ. ആദ്യം തന്നെ ചെയ്യേണ്ടത് ലോങ് ചെയിൻ സെലക്ട് ചെയ്യണം, മെയിൻ ചെയിൻ സെലക്ട് ചെയ്യണം. അപ്പൊ നമുക്ക് ഇതൊരു ലോങ് ചെയിൻ ആണ്, ഇതൊരു ചെയിനാണ്, ഇതൊരു ചെയിനാണ്, ഇതൊരു ചെയിനാണ്. 3 ചെയിൻ ഉണ്ട് ഇതില്. 3 ചെയിനിലും എത്ര കാർബണാറ്റ് ഉള്ളത്? 3 കാർബണാറ്റ് ആണല്ലോ, സംശയമൊന്നുമില്ലല്ലോ. നേരെയുള്ള ചെയിനിലും 3 കാർബണാറ്റ് ആണ്, നേരെ പോയി താഴ്ത്തിട്ടുള്ളതിലും 3 കാർബണാറ്റ് ആണ്, താഴേന്ന് റൈറ്റിലോട്ടുള്ളത് 3 കാർബണാറ്റ് ആണ്. അപ്പൊ ഏതെങ്കിലും ഒരു ചെയിൻ സെലക്ട് ചെയ്താൽ മതി. നമ്മുടെ എളുപ്പത്തിന് വേണ്ടി നേരെയുള്ളത് സെലക്ട് ചെയ്യാം. ഇതിനെ മെയിൻ ചെയിൻ ആയിട്ട് എടുക്കും. ആ മെയിൻ ചെയിനിൽ ലെഫ്റ്റ് ടു റൈറ്റും റൈറ്റ് ടു ലെഫ്റ്റ് നമ്പർ ചെയ്യണം. 1 2 3 നമ്പർ ചെയ്യണമെന്ന് പറഞ്ഞാൽ കാർബണാറ്റത്തിനാണ് നമ്പർ ചെയ്യേണ്ടത്. 1 2 3 1 2 3. രണ്ടാമത്തെ സ്റ്റെപ്പ് റൂളിംഗ് കഴിഞ്ഞു. മൂന്നാമത്തത് സെലക്ട് ദി കാർബണാറ്റംസ് ഹാവിംഗ് ദി ബ്രാഞ്ച്. സെലക്ട് എ ലോവസ്റ്റ് നമ്പർ. ബ്രാഞ്ച് ഉള്ള കാർബണാറ്റത്തിലെ ലോവസ്റ്റ് നമ്പർ സെലക്ട് ചെയ്യണം. ഇതാണ് ബ്രാഞ്ച്. ബ്രാഞ്ച് ഉള്ള കാർബണാറ്റം ഇതാണ്. ഇതിലെ ലോവസ്റ്റ് നമ്പർ എന്ന് പറഞ്ഞാൽ 2 തന്നെയാണ്. നമുക്ക് 2 കിട്ടി. ഇപ്പൊ മനസ്സിലായി രണ്ടാമത്തെ കാർബണാറ്റത്തിലാണ് ബ്രാഞ്ച് ഉള്ളത്. രണ്ടാമത്തെ കാർബണാറ്റത്തിലാണ് ബ്രാഞ്ച് ഉള്ളത്. ഇപ്പൊ 2 എഴുതി ആദ്യം തന്നെ. നമ്പർ ഒന്നുകൊണ്ട് ഹൈഫൺ ഇട്ടു. വന്നേക്കണ ബ്രാഞ്ച് ഏതാണ്? ഒരു കാർബണാറ്റം ഉള്ള ബ്രാഞ്ചാണ്. ഞാൻ നിങ്ങളോട് പറഞ്ഞു മീത്ത് എന്ന് എഴുതണം, ഒരു YL കൂടി എഴുതണം. മീത്തൈൽ. ബ്രാഞ്ചിന്റെ പേര് കിട്ടി, മീത്തൈൽ. 2 മീത്തൈൽ. പിന്നെ മെയിൻ ചെയിൻ നോക്കണം. മെയിൻ ചെയിനിൽ 3 കാർബണാറ്റം ഉണ്ട്, സിംഗിൾ ബോണ്ട് ആണ്, പ്രൊപ്പൈൽ. കഴിഞ്ഞു. സംശയമൊന്നുമില്ലല്ലോ? വേറെ നോക്കാം. CH3 CH2 CH2 നോക്കിക്കോന്നു. കുറച്ച് സ്പീഡായി കഴിയുമ്പോൾ നമ്പറിംഗ് ഒന്നും നിങ്ങൾക്ക് വേണ്ടി വരില്ല കേട്ടോ. സ്പീഡായി കഴിഞ്ഞാൽ പിന്നെ നമ്പറിംഗ് ഒന്നുമില്ല. നമ്പർ ഇടേണ്ട ആവശ്യം വരില്ല നിങ്ങൾക്ക് സ്പീഡായി കഴിഞ്ഞാൽ. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആയിരിക്കട്ടെ വരുന്നത്. ഇതൊരു ടൈപ്പാണ്. ഇത് തിരിച്ചെഴുതാൻ ചോദിക്കും. പേര് എന്നിട്ട് ആ കോമ്പൗണ്ട് എഴുതാൻ ചോദിക്കും. അത് വേറെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. ഇത് കോമ്പൗണ്ട് എന്നിട്ട് അതിന്റെ പേര് തന്നെ പറഞ്ഞത്. ഇനി നിങ്ങളുടെ പേര് വന്നിട്ട് തിരിച്ചു എഴുതാൻ ചോദിക്കും. സിമ്പിൾ ആണ്. പേര് കിട്ടിയോ? ഹാരിസ് കിട്ടിയോ? ഇല്ല സാർ. എന്നാട്ടെ അഫിനെ കിട്ടിയടാ. അഫിൻ അഫിൻ ഹാഷിം കിട്ടിയോ? പറഞ്ഞ പേരെന്നോ? 3 methyl pentane.
3-methyl pentane. ശരിയാണോ? ശരിയാണോ? തെറ്റുണ്ടെങ്കിൽ പറ. എവിടെ തെറ്റിന്ന് പറ. ഇതും ധൈര്യം എല്ലാവർക്കും. ആരാ പറഞ്ഞോ? ആ പറഞ്ഞോ. എന്ത് തെറ്റ്? മീതയിലല്ല, അവിടെ മീതയിലല്ല. വന്നിട്ടുണ്ട്. അപ്പൊ എന്ത് പേര് വരും? ഈതയിൽ. ഈത്തൈൽ. നോക്കാട്ടോ. ഈത്തൈൽ ചെക്ക് ചെയ്ത് നോക്കാം. ആദ്യം തന്നെ ചെയ്യേണ്ടത് മെയിൻ ചെയിൻ കണ്ടുപിടിക്കണം. ഇതൊരു ചെയിനാണ്, ഇതൊരു ചെയിനാണ്, ഇതൊരു ചെയിനാണ്. ഇതിലും 3 ചെയിനുള്ളത്. ഏതാ ഏറ്റവും വലിയ ചെയിൻ? 3 സെയിം ആണല്ലേ? അല്ലേ? എല്ലാം സെയിം അല്ലേ? ഓക്കെ. 1 2 3 4 5 1 2 3 4 5 1 2 3 4 5 എല്ലാത്തിലും 5 ആണ്. എല്ലാ ചെയിനിലും 5 കാർബണാറ്റം ഉള്ളത്. അപ്പൊ ഞാൻ ഇതിന് നേരെ ഉള്ളതിനെ മെയിൻ ചെയിനായിട്ട് എടുത്തു. ഇനി ഇതെടുത്താലും കുഴപ്പമില്ല കേട്ടോ. ഇതെടുത്താലും നിങ്ങൾക്ക് സെയിം ആൻസർ കിട്ടുള്ളൂ. അത് കാണിച്ചു തരാം. ഞാൻ ഇപ്പൊ തൽക്കാലം പെട്ടെന്ന് മനസ്സിലാൻ വേണ്ടി ഞാൻ ഇതിനെ ലോങ് ചെയിൻ ആയിട്ട് എടുത്തു, ഇതിനെ മെയിൻ ചെയിൻ ആയിട്ട് എടുത്തു. നമ്പർ ചെയ്യുവാണ്. 1 2 3 4 5 1 2 3 4 5 നമ്പറും ചെയ്തു. ഏത് കാർബണാറ്റത്തിലാണ് ബ്രാഞ്ച് ഉള്ളത്? സെന്ററിലുള്ള ഈ കാർബണാറ്റത്തിലാണ് ബ്രാഞ്ച് ഉള്ളത്. ഇതാണ് ബ്രാഞ്ച്, ഇതാണ് ബ്രാഞ്ച്. അപ്പൊ നമ്പർ രണ്ടും സെയിം ആണ്, ലോവസ്റ്റ് ഒന്നുമില്ല, രണ്ടും സെയിം ആണ്. ഞാൻ 3 ഇട്ടു. ആദ്യം 3 ഹൈഫൺ ഇട്ടു. ബ്രാഞ്ച് ഏതാ നോക്കിയൊന്ന്. ബ്രാഞ്ച് ഇതാണ് ബ്രാഞ്ച്. പർപ്പിൾ റോസ് കളറിൽ കോളം വരച്ചിങ്ങനെ ബ്രാഞ്ച്. ബ്രാഞ്ചിൽ എത്ര കാർബണാറ്റം ഉണ്ട്? ബ്രാഞ്ചിൽ കൈകൊണ്ട് കാണിച്ചേ. ബ്രാഞ്ചിൽ എത്ര കാർബണാറ്റം ഉണ്ട്? കൈകൊണ്ട് കാണിക്കാൻ പറയുമ്പോൾ എല്ലാരും കാണിക്കും കേട്ടോ. എത്ര കാർബണാറ്റം ഉണ്ട്? 2 കാർബണാറ്റം ഉണ്ട്. നോക്കി. CH2 CH3 2 കാർബണാറ്റം ഉണ്ട്. ഇതൊരു കാർബണാറ്റം, ഇതൊരു കാർബണാറ്റം. 2 കാർബണാറ്റം ഉണ്ട്. 2 കാർബണാറ്റത്തിന്റെ വേർഡ് റൂട്ട് എന്താ? വേർഡ് റൂട്ട് ഈത്ത് എന്നാണ് വേർഡ് റൂട്ട് വേണ്ടത്. ETH. ബ്രാഞ്ച് വരുമ്പോൾ ഞാൻ എന്തും കൂടി ചേർക്കണം എന്ന് പറഞ്ഞു? YL ചേർക്കണം. YL ചേർക്കണം. ബ്രാഞ്ചിന്റെ പേരെന്തായി? ഈത്തൈൽ എന്നായി. ബ്രാഞ്ചിന്റെ പേര് ഈത്തൈൽ എന്നായി. അപ്പൊ പേരിങ്ങനെ വരും 3-ഈത്തൈൽ. ഇനി മെയിൻ ചെയിൻ നോക്കണം. മെയിൻ ചെയിനിൽ 5 കാർബണാറ്റം ഉണ്ട്. 5 കാർബണാറ്റത്തിന്റെ വേർഡ് റൂട്ട് പെന്റ് എന്നാണ്, സിംഗിൾ ബോണ്ട് ആണ്. പെന്റെയിൻ. പിടി കിട്ടിയോ? തെറ്റ് മനസ്സിലായോ? തെറ്റിയവർക്ക് കുഴപ്പമില്ലാട്ട് തെറ്റിന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയില്ലല്ലോ. അത് 2 കാർബണാറ്റത്തിന്റെ പേര് ഈത്ത് എന്നാണ്, ഈത്തൈൽ. ഓക്കെ അല്ലേ? ഇനി ഞാൻ മറ്റേ രീതി കാണിച്ചു തരാം. ഇതിപ്പോ മെയിൻ ചെയിൻ നേരെ ഉള്ളത് മെയിൻ ചെയിൻ എടുത്തു. ഞാൻ തിരിച്ച് മെയിൻ ചെയിൻ എടുത്തതിന്റെ പേര് എങ്ങനെ വരും നോക്കാം. CH3 CH2 CH2 CH3 CH2 CH3. ഞാൻ ഇതിനെ മെയിൻ ചെയിൻ ആയിട്ട് എടുത്തു. എല്ലാം 5 എണ്ണമല്ലോ. ഇതിനെ മെയിൻ ചെയിൻ ആയിട്ട് എടുത്തു. ഇതിനെ നമ്പർ ചെയ്യുവാണ്. 1 2 3 4 5 1 2 3 4 5. ബ്രാഞ്ച് വന്നേക്കുന്നത് ഏത് കാർബണാറ്റത്തിലാണ്? ഏത് കാർബണാറ്റമാണ്? ഇതാണ്. ഇതിലാണ് ബ്രാഞ്ച് വന്നേക്കുന്നത്. സർക്കിൾ ചെയ്തിരിക്കുന്നതിലാണ് ബ്രാഞ്ച് വന്നിരിക്കുന്നത്. ഇതാണ് ബ്രാഞ്ച്. എത്രാമത്തെ നമ്പറിലെ ബ്രാഞ്ച് വന്നേക്കുന്നത്? അതുകൊണ്ട് കാണിച്ച്. 3-ാമത്തെ നമ്പറിലെ ബ്രാഞ്ച് വന്നേക്കുന്നത്. അപ്പൊ പേരെന്ത് വരും? 3 ഹൈഫൺ. ബ്രാഞ്ചിൽ എത്ര കാർബണാറ്റം ഉണ്ട്? 2 കാർബണാറ്റം ഉണ്ട്. 2 കാർബണാറ്റത്തിന് ഈത്ത് വരും. ഈത്തൈൽ വരും. 3 ഈത്തൈൽ. മെയിൻ ചെയിനിൽ 5 കാർബണാറ്റം ഉണ്ട്. മെയിൻ ചെയിനിൽ ലെഫ്റ്റ് സൈഡിൽ വെച്ചേക്കുന്നതിൽ 5 കാർബണാറ്റം ഉണ്ട്. 5 കാർബണാറ്റത്തിന് പെന്റ്, സിംഗിൾ ബോണ്ട്, ANA പെന്റെയിൻ.
ഇത് തന്നെയല്ലേ ഈ പേര് അല്ലേ? ഇനി ഇതെടുത്താലും സെയിം തന്നെ വരുള്ളൂ. നിങ്ങൾ ഇതിനെ മെയിൻ ചെയിൻ ആയിട്ട് എടുത്തു, ഇത് മെയിൻ ചെയിൻ ആയിട്ട് എടുത്തു, എന്നാലും പേര് സെയിം വരുള്ളൂ. മെയിൻ ചെയിൻ എന്ന് പറഞ്ഞാൽ ഒരു മെയിൻ ചെയിൻ ഉണ്ടാവും. നിങ്ങൾ ഏത് സെയിം നമ്പർ ഓഫ് കാർഡിനായിട്ടുള്ള മെയിൻ ചെയിൻ ഏതെടുത്താലും പേര് സെയിം വരുള്ളൂ. ഓക്കെ ആണല്ലോ? നാളത്തെ ക്വസ്റ്റ്യൻ ഇതായിക്കോട്ടെ. ഞാനൊരു കോമ്പൗണ്ട് വരും, പേര് പറയുമ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ അതായിരിക്കും. ഓക്കെ, അപ്പൊ അതിന് പ്രിപ്പയർ ആയിട്ട് വരിക. റൂൾസ് എല്ലാം കൃത്യം പഠിക്കുക. അൺബ്രാഞ്ചഡ് ആൽക്കൈൻസിന്റെയും ബ്രാഞ്ചഡ് ആൽക്കൈൻസിന്റെയും കൃത്യം റൂൾസ് പഠിക്കുക കേട്ടോ. ഒന്ന് വർക്കൗട്ട് ചെയ്യുക. ഒന്ന് ക്ലാസ്സിൽ കയറുന്നതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് നോക്കുക. സമയം ഉണ്ടെങ്കിൽ അല്ലാണ്ട് നോക്കുക, വിട്ട് കളയരുത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റർ ആണ്, ഈസി ചാപ്റ്റർ ആണ്. കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഓക്കെ. ശരി, താങ്ക് യു. Thank you, sir. താങ്ക് യു സാർ. താങ്ക് യു. Thank you, sir. റൈഹാനെ, സാറേ മറ്റേ C3H8 അങ്ങനത്തെ ഇക്വേഷൻ നേരത്തെ നമ്മൾ ചെയ്തത്. അതെല്ലോ. IPS നെയിമിങ്. ആ അതെ. അതിന്റെ ആ H8 എടുക്കുമ്പോ ഈ എയിനും ഈനും ഇങ്ങനൊക്കെ വരില്ലേ?